Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻഡി വിസി ഓഫ് ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പം മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നല്ല മാർക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ. നല്ല പോലെ പഠിച്ചിട്ട് വേണം ഇത്തവണത്തെ എക്സാമിന് പോകാനായിട്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. ആ എക്സ്പെക്ടേഷൻസിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ചോദ്യങ്ങൾ തന്നെ എക്സാമിന് വരട്ടെ. തീർച്ചയായിട്ടും നല്ലൊരു എക്സാം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും അതന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇനിയിപ്പം ഏതെങ്കിലും കാരണവശാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഏതൊരു ചോദ്യത്തിനും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മാരത്തൺ സെഷൻ വെച്ചിട്ടുള്ളത്. 19-ാം തീയതിയാണ് മാരത്തൺ സെഷൻ ഉള്ളത്. സോ ഫ്രം A to Z, അതായത് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 11ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ കണ്ടിന്യൂസ് ലൈവ് സെഷൻസ് ആയിരിക്കും, കണ്ടിന്യൂസ് ലൈവ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആ ഒരു മെഗാ മാരത്തോണോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഫുൾ ഓൺ കോൺഫിഡൻസ് ആവും. സോ മക്കളെ നിങ്ങൾ കുറച്ച് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ആൻഡ് അതിന്റെ കൂടെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആര് വേണം? ഷോർട്ട് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വേണം. ഓക്കെ, ഡെഫിനറ്റ്ലി നമുക്ക് അതില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അത്രയും എന്താ പറയാ, ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട്, അത് നോട്ട് ജസ്റ്റ് ക്രിസ്മസ് എക്സാം, ബോർഡ് എക്സാമിന് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്, ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്, ഓണ പരീക്ഷകൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓണ പരീക്ഷയ്ക്കും നമുക്ക് ഇപ്രാവശ്യത്തെ ഫസ്റ്റ് ടേം ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അങ്ങനെല്ലാം നമ്മൾ നോക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സാധ്യതകളുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തീരെ മറക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യെസ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് മൺഡേ 18-ാം തീയതിയാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരുന്നത്. ആൻഡ് ദെൻ നമ്മുടെ ട്യൂസ്ഡേ 19th മാരത്തൺ ആൻഡ് 20th ഷോർട്ട് ക്വസ്റ്റ്യൻസ്. അതായത് A to Z എല്ലാ ചാപ്റ്ററിലും ഇതൊരു കുഞ്ഞൊരു സെഷൻ ആണ്. ഓക്കെ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഷോർട്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ A to Z വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിക്കും. ആൻഡ് മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുവിധം ഒരു 70% മാർക്കോളം കിട്ടാനുള്ളത് നമുക്കുണ്ട്. ബാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. സോ തീർച്ചയായിട്ടും, അതായത് ഒരുവിധം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്കൊരു കോൺഫിഡൻസ് ആവും. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഇനി കുറച്ചും കൂടെ പഠിക്കാന്നുള്ള ഒരു ആവേശം, ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഇത്രയും അധികം ലെക്ചേഴ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ മക്കളെ, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. യെസ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: to determine the motion of the center of mass of a system, knowledge of internal forces of the system required. Define the center of mass of the system of particles. എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താ പറയുക, കുറെ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇവിടെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന്റെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ ഒരു കളക്ഷൻ ആണെന്ന് പറയുന്നത് ഒരു ബോഡി. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു ബോഡി എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമാജിനറി പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്. ഇറ്റ് ഈസ് എ പോയിന്റ് വിച്ച് ബിഹേവ്സ് ആസ് ദോ the entire mass of the body or system concentrated. Okay, entire mass, ഇതിപ്പം ഒരു സ്ഫിയർ ആണെന്ന് വിചാരിക്കുക, അതിന് എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? സെന്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് 3 പാർട്ടിക്കിൾ അറ്റ് ദി വെർട്ടിസസ് ഓഫ് an equilateral triangle. The masses of the particles are 100 gram, 150 gram, 200 gram respectively. Each side of the triangle is 0.5 meter. So first of all നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യെസ്, നമുക്കറിയാം, നമുക്ക് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ വന്നിട്ടുള്ളത്. ഒരു സൈഡിന്റെ ലെങ്ത് 0.5 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് എങ്ങനെ പറയാം? യെസ്, എല്ലാ സൈഡിന്റെയും ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ 0.5 തന്നെ ആയിരിക്കും. ഇനി അടുത്ത നമുക്ക് മാസ് തന്നിട്ടുണ്ട് അല്ലെ? മാസ് തന്നിട്ടുണ്ട് 100 gram ഉണ്ട്, 150 gram ഉണ്ട്, 200 gram ഉണ്ട്. അങ്ങനെ ഈ 3 പാർട്ടിക്കിൾസ് ഒരു 0.5 മീറ്റർ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ 3 പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെ? സെന്റർ ഓഫ് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാലോ, സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, എക്സ് സി എം അല്ലെ? എക്സ് സി ഒ എം വിച്ച് ഇസ് ഈക്വൽ ടു m1 x1 plus m2 x2 plus m3 x3
ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് രണ്ട് കോർഡിനേറ്റ് ഇല്ലാതെ, കാരണം ഇതൊരു സ്ട്രേറ്റ് ലൈനിൽ ഫിക്സ് ചെയ്തിട്ടുള്ളതല്ല അല്ലേ, ഇതൊരു പ്ലെയിൻ ആണ് അല്ലെ, ഈ 3 പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് ഒരു പ്ലെയിനിലാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, യെസ് നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ, എക്സും വൈയും ഉണ്ടായിരിക്കും. സോ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ സെന്റർ ഓഫ് മാസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, y0m which is equal to m1y1 plus m2y2 plus m3y3 divided by the total mass of the system. So first of all total mass of the system നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാം. കാരണം ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിപ്പോയി, അപ്പൊ നമ്മുടെ ടീച്ചർ നോക്കുന്നത് എന്തൊക്കെ നീ ശരിയാക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ മാസ് കണ്ടുപിടിക്കാം അല്ലെ. m3 ഇതിന് ഞാൻ ക്യാപിറ്റൽ m എന്ന് കൊടുക്കുകയാണ് കേട്ടോ ടോട്ടൽ മാസിന്. സോ ദാറ്റ് ഇസ് 100 gram plus 150 gram plus 200 gram. ഓക്കെ അല്ലേ. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ മാസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്തൊക്കെയാ അറിയേണ്ടത്, യെസ് x1 അറിയണം, y1 അറിയണം, x2 അറിയണം, y2 അറിയണം, x3 അറിയണം, y3 അറിയണം. ആകെ നമുക്ക് എന്താ അറിയത്തുള്ളൂ, 0.5 മീറ്റർ ആണെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. സോ നമുക്ക് അറിയാലോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിലൊരു പാർട്ടിക്കിൾ നമ്മൾ ഒറിജിനിൽ കൊണ്ടുവച്ചു. ഒറിജിനിൽ കണ്ടുവച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ നമ്മൾ എടുക്കുന്ന പോയിന്റ് 0 0. ഓക്കെ, ആ പോയിന്റിൽ അതിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, യെസ് x1 y1 എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 0 ആയിരിക്കും. ക്ലിയർ അല്ലടാ, ക്ലിയർ അല്ലേ. ഇനി അടുത്ത നോക്കിയേക്കാം, എന്താണ്, യെസ് ഇവിടെയാണ് നമ്മുടെ x2 y2 കിടക്കുന്നത്. ഓക്കെ അല്ലെ, 150 gram. സോ x2 y2. അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് അറിയാം, കാരണം എന്താണ്, ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. നമുക്ക് ഒരു സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അതായത് 0.5 എന്ന്. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും എന്താണ്, എക്സ് കോർഡിനേറ്റ് 0.5 ആണ്. പക്ഷെ ഞാൻ y കോർഡിനേറ്റ് നോക്കുമ്പോഴോ ദാറ്റ് ഇസ് സിംപ്ലി 0 അല്ലെ, കാരണം എന്താണ്, y കോർഡിനേറ്റ് ആ ഒരൊറ്റ ലൈനിലാണ് കിടക്കുന്നത്. ഇനി കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉള്ളത് ആരെയാ, ഇവിടെയാണ് കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, നേരെ ഞാൻ സെന്ററിലോട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. അപ്പൊ എനിക്കറിയാം ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ദിസ് വിൽ ബി 0.25 ആയിരിക്കും അല്ലെ, 0.25 ആയിരിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ ഒരു പോയിന്റിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നോക്കുക. എക്സ് കോർഡിനേറ്റ് എനിക്ക് കിട്ടി 0.25 ആണ്. വൈ കോർഡിനേറ്റ് എനിക്ക് അറിയണം. വൈ കോർഡിനേറ്റ് അറിയാനായിട്ട് നമുക്ക് ഒരു നിവർത്തിയില്ല. പക്ഷെ നമുക്ക് അറിയാലോടാ 0.5 മീറ്റർ ആണ് ഇവിടെ, ഇത് 0.25 ആണ്. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഞാൻ ഇതിനൊരു സി എന്ന് കൂടെ ഡിനോട്ട് ചെയ്യുവാണ്. ദിസ് ഇസ് എ ബി സി. അപ്പൊ ഞാൻ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, എ ബി എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്. ഇനി ബി സി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, എ ഡിക്ക് ഈക്വൽ ആ അല്ലെ. എ ഡി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 0.25 ആ അല്ലെ, കാരണം എന്താണ്, ഇത് നേരെ ഹാഫിലോട്ട് വരും ബിക്കോസ് ഇറ്റ് ഇസ് എൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ. സോ എനിക്ക് ഇതും കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എ സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ പോരെ. യെസ് എന്തായിരിക്കും, യെസ് ഇവിടെ ഇതാണ് ഹൈപ്പോട്ടന്യൂസ് 0.5 ആൻഡ് ഇതാണ് ഇതിന്റെ ഒരു സൈഡ് വരുന്നത് 0.25. അപ്പൊ റൂട്ട് ഓഫ് 0.25 സ്ക്വയർ മൈനസ് അല്ലെങ്കിൽ 0.5 സ്ക്വയർ മൈനസ് 0.25 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എ സിന്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 0.25 √3 എന്ന് നമുക്ക് വരും. ക്ലിയർ അല്ലടാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, യെസ് ഇവിടത്തെ x3 ന്റെ വാല്യൂ കിട്ടി, y3 ന്റെ വാല്യൂ കിട്ടി. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ നമുക്കുള്ളൂ. x0m which is equal to എന്തായിരുന്നടാ, m1 that is 100 into ഇനി അതിന്റെ x1 എന്ന് പറയുന്നത് എന്തായിരുന്നു, 0 ആയിരുന്നു, പ്ലസ് ഓക്കെ പ്ലസ് നെക്സ്റ്റ് എന്താണ് 150 അല്ലെ m2 അതിരിക്കുന്നത് എവിടെയാണ്, അതിന്റെ x2 കോർഡിനേറ്റ് 0.5 ഓക്കെ അല്ലടാ. ഇനി അടുത്തത് പ്ലസ് നെക്സ്റ്റ് വരുന്നത് 200 gram into ഓക്കെ അതിന്റെ x3 വരുന്നത് 0.25 അല്ലടാ, ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, യെസ് ടോട്ടൽ മാസ് ദാറ്റ് ഇസ് 100 plus 150 plus എന്താണ് 200. ക്ലിയർ അല്ലേ. സോ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും. ദി സെയിം വേ നമുക്ക് എന്ത് ചെയ്യാം, y0m കണ്ടുപിടിക്കാം. ഇവിടെ m1 ന്റെ വാല്യൂ 100 ആണ്, y1 ന്റെ വാല്യൂ 0 ആണ്. ഇനി ഇവിടെ m2 150 ആണ്, y2 എന്ന് പറയുന്നത് 0 ആണ്, ആൻഡ് m3 എന്ന് പറയുന്നത് 200 ആണ്. അവിടുത്തെ y3 വാല്യൂ വരുന്നത് 0.523 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ടോട്ടൽ മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് 2 കോർഡിനേറ്റ്സ്. ഓക്കെ അല്ലേ. ആ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്, 0.28 ഉം 0.19 ഉം ആണ് ആ രണ്ട് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് ഇവിടെ നമുക്ക് ഈ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് ഓക്കെ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, x0m and y0m നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ ദിസ് വിൽ ബി എങ്ങനെയായിരിക്കും അവിടെ 0.28 ആൻഡ് 0.18 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോർഡിനേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ അല്ലടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും ഒന്ന് പാളി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് പോകും കേട്ടോ. ഇനി ഫൈൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ മോഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഡ്യൂറിംഗ് എക്സ്പ്ലോഷൻ ഓഫ് എ ഷെൽ ത്രോൺ ഇൻടു ദി എയർ. അപ്പൊ നമുക്കറിയാം ഒരിക്കലും സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അവിടെ കിട്ടുന്ന അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഷെൽ എക്സ്പ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഇന്റേണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇന്റേണൽ ഫോഴ്സ് ഒരു എന്താ പറയുക നമ്മൾ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, യെസ് അതെല്ലാം ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് നമ്മൾ നെറ്റ് ഇന്റേണൽ ഫോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാല്യൂ വിൽ ബി 0.
ഓക്കെ, സോ ദാറ്റ് മീൻസ് സെന്റർ ഓഫ് മാസിന് കിട്ടുന്നത് ആര് മാത്രമേ കിട്ടുന്നുള്ളൂ? സെന്റർ ഓഫ് മാസിന് നമ്മുടെ എന്താ പറയാ എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഈ എക്സ്പ്ലോഡ് ചെയ്യുന്നത് ഇന്റേണൽ ഫോഴ്സ് കാരണമാണ്. സോ തീർച്ചയായിട്ടും സെന്റർ ഓഫ് മാസ് നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊജക്ടൈൽ ആണ് അല്ലെ, അപ്പം അത് എന്ത് പാത ഫോളോ ചെയ്യുക? പാരാബോളിക് പാത്ത് ആണ് ഫോളോ ചെയ്യുന്നത്. സോ എക്സാക്ട്ലി ദ സെയിം വേ ബാക്കി ഫ്രാഗ്മെന്റ്സ് ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ആയി പോക്കോട്ടെ, സെന്റർ ഓഫ് മാസ് വിൽ ഫോളോ ദിസ് റൂട്ട് അല്ലെ. ഈ പാരാബോളിക് നേച്ചർ അല്ലെങ്കിൽ ഈ പാരാബോളിക് പാത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് ഫോളോ ചെയ്യത്തുള്ളൂ കേട്ടോ. സോ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. എന്താണ്? സെന്റർ ഓഫ് മാസിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമാണ്. ആൻഡ് ഇത് എന്ത് പാത്ത് മാത്രമേ, ആ ഒരു പാരാബോളിക് പാത്ത് മാത്രമേ, അല്ലെങ്കിൽ അത് ഏത് പാത്തിലൂടെയാണോ സെന്റർ ഓഫ് മാസ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അത് മാത്രമേ അത് ഫോളോ ചെയ്യത്തുള്ളൂ. ക്ലിയർ അല്ലടാ? സോ ഇന്റേണൽ ഫോഴ്സ്, അവിടെ നെറ്റ് ഇന്റേണൽ ഫോഴ്സ് 0 ആണ്. എക്സ്പ്ലോഡ് ചെയ്യാനുള്ള കാരണം ഇന്റേണൽ ഫോഴ്സ് ആണ്. സോ ഇന്റേണൽ ഫോഴ്സ് സെന്റർ ഓഫ് മാസിനെ ബാധിക്കാത്തടത്തോളം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം എന്താണ്? യെസ്, ഓക്കെ അല്ലേ? എടാ, ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ മനസ്സിലായിട്ടില്ല, മിസ് എനിക്ക് ഇത് മാം പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്ത് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ അതിന്റെ സൊല്യൂഷൻ തരാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാം ടൈം ആണ്, അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. സോ ഡോണ്ട് വറി, ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. ക്ലിയർ? യെസ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 2 syringes of different cross section filled with water and connected with a tightly fitted rubber tube filled with water. Diameter of the small piston and a large piston. Okay, ഇത് നമ്മൾ ഇവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്, ഹൈഡ്രോളിക് ലിഫ്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം അത് തന്നെയാണോ ഇനി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഒരു സ്മോൾ പിസ്റ്റൺ ഉണ്ട്, ലാർജർ പിസ്റ്റൺ ഉണ്ട്. അതിന്റെ ഒന്നാമത്തെ സ്മോളിന്റെ ഡയമീറ്റർ 1 സെന്റിമീറ്ററും, ശ്രദ്ധിക്കണം നമുക്ക് തന്നിട്ടുള്ളത് ഡയമീറ്റർ ആട്ടോ. ഇനി വലുതിന്റെ 3 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ. ഫൈൻഡ് ദ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദി ലാർജർ പിസ്റ്റൺ when the force 10 Newton is applied to the smaller piston. So ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യും നമ്മൾ? യെസ്, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എഴുതും അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം സ്മോളർ പിസ്റ്റൺ ഞാൻ 1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുവാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ലാർജർ പിസ്റ്റൺ ഞാൻ 2 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുവാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും സ്മോളർ പിസ്റ്റന്റെ ഡയമീറ്റർ. ഓക്കെ, ഡയമീറ്റർ എത്രയായിരുന്നു? 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ D1 എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാണ് 1 സെന്റിമീറ്റർ. ഓക്കെ അല്ലെ? ഇനി D2 എന്ന് പറയുന്നത് എന്താണ്? ലാർജർ പിസ്റ്റൺ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 3 സെന്റിമീറ്റർ. ഓക്കെ അല്ലെ? 3 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്തത് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടത്തെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് നമുക്ക് ഇവിടത്തെ ഫോഴ്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 10 ന്യൂട്ടൺ. ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിലേഷൻ അറിയാലോടാ. യെസ്, എന്തായിരുന്നു? F1 by F2 അല്ലെങ്കിൽ F1 by A1 which is equal to F2 by A2 ആണ്. F2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ F1 by A1 into A2 എന്ന് വരും. ഇനി നമുക്ക് അറിയാലോടാ, ഇതൊരു സിറിഞ്ച് ആണ്. സോ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ ആയിരിക്കും അല്ലെ. പൈ ആർ സ്ക്വയർ ആയിരിക്കും അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഏരിയ വിച്ച് ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? യെസ്, നമുക്ക് ഡയമീറ്റർ തന്നിട്ടുള്ളത്. അപ്പം റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ അറിയാം അല്ലെ. ആർ ഇസ് ഈക്വൽ ടു D/2. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ, അതായത് നമ്മുടെ ഇക്വേഷൻ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതുവാണ്. F1 divided by pi into D1/2 the whole square which is equal to F2 divided by pi into പൈയിൽ മാറ്റമില്ലല്ലോ, that is a constant value ആണ്, D2/2 the whole square. So this will be like F1 divided by pi D1 square by 4 which is equal to F2 divided by pi D2 square divided by 4 എന്ന് വരും. ഓക്കെ അല്ലടാ? ഇനി F1 ന്റെ വാല്യൂ അറിയാം 10 ആണ്. ഇനി ഈ വാല്യൂ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? F2 ന്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? F2 ന്റെ വാല്യൂ കിട്ടും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ 4 ഉം 4 ഒക്കെ ക്യാൻസൽ ആയി പോകും. സോ ഫൈനലി നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? യെസ്, നമുക്ക് എന്താ പറയാ, നമ്മുടെ 10 ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പൈന്റെ വാല്യൂ, ദെൻ D1 സ്ക്വയർ, D2 സ്ക്വയർ. D1 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് 3 സെന്റിമീറ്റർ ആണ് ഇവിടെ ഉള്ളത്. സോ ഡെഫിനറ്റ്ലി ജസ്റ്റ് ഡയറക്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫൈനൽ ആൻസർ ഈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. Yes, next one is speed of efflux V1 from the side of the tank is shown below. Derive an expression for the speed of efflux using Bernoulli's equation. അപ്പോൾ Bernoulli's equation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രഷർ എനർജി, അതേപോലെ തന്നെ കൈനറ്റിക് എനർജി അല്ലെ, പ്ലസ് ഓക്കെ, പ്ലസ് എന്താണ് നമ്മുടെ P സ്ക്വയർ. ഓക്കെ, യെസ്, ഞാൻ ഇങ്ങനെ സംശയിക്കായിരുന്നു എന്തോ ഇവിടെ മിസ്സിങ് പറ്റിയല്ലോ എന്ന്. ഓക്കെ, അപ്പൊ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ദെൻ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ അല്ലെ. അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം, ഫസ്റ്റ് നിങ്ങൾ സ്പീഡ് ഓഫ് ഇഫ്ലക്സ് എഴുതുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, ക്ലിയർ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ബെർണോളിസ് ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ തിയറം വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പ്രൂവ് ചെയ്യാനായിരിക്കും പറയുന്നത്. സോ നമുക്കറിയാം എന്താണ്, ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലോ ആണ്, ഒരു ഐഡിയൽ ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഓക്കെ, തീർച്ചയായിട്ടും അവിടുത്തെ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഓക്കെ പെർ യൂണിറ്റ് വോളിയം സ്പെസിഫൈ ചെയ്യുക കേട്ടോ. പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ അല്ലെ? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് വേണം നിങ്ങൾ തുടങ്ങാനായിട്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുവാണ്? സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എഴുതണം. എന്താ സ്റ്റേറ്റ്മെന്റ്? ഫോർ എൻ ഐഡിയൽ സ്ട്രീം ലൈൻ ഫ്ലോ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ്, ഓക്കെ അല്ലെ? ആ ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം, ഓക്കെ, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം, ഓക്കെ, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ അല്ലെ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കോൺസ്റ്റന്റ് വാല്യൂ, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം. എന്താണ് ഈ ടോട്ടൽ എനർജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? പ്രഷർ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം is a constant value. ഓക്കെ അല്ലെ? അസംഷൻ ഉണ്ട് എന്താണ്? സ്റ്റഡി ഫ്ലോ ആയിരിക്കണം, നോൺ വിസ്കസ് ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ആയിരിക്കണം. ഇതും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം അതർ ദാൻ ദിസ്, ഓക്കെ, ഈ ഒരു അസംഷൻ ഇല്ലാത്ത ഏതൊരു കേസിലും ബെർണോളിസ് തിയറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഈ അസംഷൻ തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കും. ക്ലിയർ അല്ലടാ? യെസ്. അപ്പൊ ഞാൻ ഇവിടെ 2 പോയിന്റ് കൺസിഡർ ചെയ്യുവാണ് കേട്ടോ. ഒന്ന് നമ്മുടെ സർഫസിലെ പോയിന്റും അതേപോലെ തന്നെ ഞാൻ ഇവിടെ കുഞ്ഞൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിലും ഞാൻ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാണ്. 2 പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് സർഫസിലെ ഒരു പോയിന്റ് എടുത്തു, അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? യെസ്, നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ടു. കാരണം സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ജലപ്രവാഹം. എങ്ങനെ ജലപ്രവാഹം ഉണ്ടാകുന്നത്? യെസ്, നമ്മൾ എന്താ പറയാ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഡാം അല്ലെ? ഡാം നമ്മളിങ്ങനെ പൂട്ടി വെക്കും. വൺസ് നമ്മൾ ഷട്ടർ തുറന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടുന്ന് വെള്ളം വരും. സോ ഈ സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഈ ഡാമിൽ എത്രത്തോളം വെള്ളം നമ്മൾ ഷട്ടർ എത്രത്തോളം തുറക്കണം, അടയ്ക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ സ്പീഡ് ഓഫ് എഫ്ലക്സ് വെച്ചിട്ടാണ് കേട്ടോ. അതാണ് തന്നെ വൺ ഓഫ് ദി അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ 2 പോയിന്റ് എടുത്തു, ഒന്ന് സർഫസിലും ഒന്ന് ദാ ഈ ഒരു പോയിന്റ് കേട്ടോ. അതായത് നമ്മുടെ എന്താ പറയാ, നമ്മളൊരു ഹോൾ ഇട്ട ഒരു സ്പേസ്, ഓക്കെ അല്ലെ? സോ ഇവിടെ ഞാൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഇത് A1 ആണ് അല്ലെ, ഇത് A2 ആണ്. സോ A2 എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. കാരണം എന്താണ്? ഇതൊരു കുഞ്ഞു ഹോളാണ്. ഇത്രയും വലിയ ഒരു വെള്ളം കിടക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു എന്താണ്? F/A ആണ് അല്ലെ? F/A ആണ്. സോ ആ ഒരു സംഭവം അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്കറിയാം A2 is much greater than A1, fluid at the top remains. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോടാ, ഇവിടെ ഏരിയ അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെ, അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി AV is equal to constant value. That means A is equal to a constant value into 1/v അല്ലെ, a constant value into 1/v. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ഏരിയ കൂടുതലാണോ അവിടുത്തെ വെലോസിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സർഫസിലെ ഏരിയ എന്ന് പറയുന്നത് വളരെ വലുതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറുതല്ലേ? വളരെ ചെറുതല്ലേ? സോ ഡെഫിനറ്റ്ലി അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ എന്തായിരിക്കും? ഇവിടുത്തെ വെലോസിറ്റി കൂടുതലായിരിക്കും. സോ ഞാൻ A1 V1 എന്നൊന്ന് V1 V2 എന്ന് സ്പെസിഫൈ ചെയ്യേണ്ടത് ഇല്ല. കാരണം എന്താണ്? ദിസ് ഇസ് ഓൾമോസ്റ്റ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ ഏരിയ കൂടുന്തോറും എന്താണ്? വെലോസിറ്റിന്റെ വാല്യൂ കുറയും. സോ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹോളിന്റെയും ഈ ഒരു സർഫസിന്റെയും ഏരിയ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഏരിയ, സർഫസിന്റെ ഏരിയ ഭയങ്കര കൂടുതലാണ്. നമ്മൾ എടുത്ത ഫസ്റ്റ് പോയിന്റിലെ ഏരിയ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി വളരെ കുറവാകും വെൻ കമ്പയർഡ് വിത്ത് ദിസ് സ്പീഡ്. സോ നമുക്ക് ഇനി ആരെ മാത്രം, ഇത് ഓൾമോസ്റ്റ് 0 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ആരെ മാത്രം കണ്ടുപിടിച്ചാൽ മതി? V1 അല്ലെങ്കിൽ V എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്പെസിഫൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും ഓക്കെ ഓരോന്നും നിങ്ങൾ പിക്ചറൈസും ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ എടുത്തെഴുതുകയും വേണം. ഓക്കെ അല്ലെ? ഇനി ഞാൻ 2 പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ 2 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ബെർണോളിസ് തിയറം എനിക്കറിയാം, P plus half rho V square plus rho GH is equal to a constant value ആണ്. ഓക്കെ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലടാ ആക്ട് ചെയ്യുന്നത്, ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല ആക്ട് ചെയ്യുന്നത്. ഇനി ഹോളിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഓൾസോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇത് അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്ട് ഉണ്ട് അല്ലെ, അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്ട് വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അവിടെ മാറി തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. യെസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സോ 2 കേസിലും എന്താണ്? പ്രഷർ എനർജി അറ്റ്മോസ്ഫിയറിക് ആണ്. ഇനി നെക്സ്റ്റ് വൺ, ഹാഫ് റോ V സ്ക്വയർ. ഓക്കെ, അപ്പം ഇവിടുത്തെ വാല്യൂ എന്താണ്? ഇവിടുത്തെ ഹാഫ് റോ V സ്ക്വയർ എന്ന് പറയുന്നത് ഇത് 0 വാല്യൂ അല്ല. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇവിടുത്തെ വെലോസിറ്റി വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 0 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി അവിടുത്തെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ അല്ലെ? കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറി.
ഇനി അടുത്ത നമുക്കറിയാം നമ്മുടെ ഈ ഒരു പോയിന്റ്, അതായത് സർഫസിൽ എടുത്ത് നമ്മുടെ ആ പോയിന്റ് എന്ന് പറയുന്നത് y2 ഡിസ്റ്റൻസ് അകലെയും ആൻഡ് ഇത് y1 ഡിസ്റ്റൻസ് അകലെയുമാണ് ഇരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പി ഇനി നമ്മൾ ആകെ കണ്ടുപിടിക്കേണ്ടത് ആരെ മാത്രമാണ്? ഈ v1 സ്ക്വയറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ v-നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേമും പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെയുണ്ട്? PA ഉണ്ട് പ്ലസ് റോ ജി y2 ഉണ്ട്. ഓക്കെ അല്ലെ? റോ ജി y2 ഉണ്ട്. ഇനി എന്താ വേണ്ടത്? ഈ ഇവിടുത്തെ പി എനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവരും, കാരണം എനിക്ക് ഇവിടെ v1 നെ മാത്രമായിട്ട് നിർത്തണം. അപ്പൊ ഞാൻ ഈ പി എൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദാറ്റ് വിൽ ബി മൈനസ് പി എ. അതെന്താ? പി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അറ്റ്മോസ്ഫെറിക് പ്രഷർ ആണ്. ഓക്കെ അല്ലടാ? അറ്റ്മോസ്ഫെറിക് പ്രഷർ ആണ്. ഇനി അടുത്തത് പി എ കിട്ടി. ഇനി അടുത്തത് നോക്കിക്കേടാ, നമ്മുടെ ഈ ഹാഫ് റോ അവിടെ നിന്ന് തന്നെ നിൽക്കട്ടെ. ഇനി ഈ ഒരു വാല്യൂ ഉണ്ട്, അതിനെയും ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും? യെസ്, അതും മൈനസ് ആയിട്ട് പോകും. സോ റോ ജി y2 എന്ന് വരും. ഇനി ഇവിടെ ആരൊക്കെ ഉള്ളത്? ഒരു ഹാഫ് റോ ഉണ്ട്. സോ എനിക്ക് എഴുതാം 2 ഇവിടെ എഴുതാം അല്ലെ? 2 ഇവിടെ എഴുതാം ആൻഡ് റോ താഴത്തോട്ടും വരും അല്ലെ? സോ ഡിവൈഡഡ് ബൈ റോ എന്ന് വരും. പി എയും ക്യാൻസൽ ആയി പോയി. പിന്നെ അവിടെ ഇനി ആരൊക്കെ ഉണ്ട്? ഒരു 2 ഉണ്ട്. ബ്രാക്കറ്റിനകത്താണെന്നുണ്ടെങ്കിൽ റോ ജി y2 മൈനസ് റോ ജി y1 ആണ് കേട്ടോ. y1 ആണ്, ഇവിടെ നിന്നല്ലേ നമ്മൾ എടുത്തത്. സോ y1 ആണ് ഡിവൈഡഡ് ബൈ റോ. അപ്പം എല്ലായിടത്തും കോമൺ ആയിട്ട് റോ ഉണ്ട്, അതും ഞാൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. അതും ഞാൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോക്കിക്കേടാ, ഇവിടെ എനിക്ക് കിട്ടുന്നത് v1 സ്ക്വയർ അല്ലെ? v1 സ്ക്വയർ അല്ലെങ്കിൽ v സ്ക്വയർ എന്ന് ധൈര്യമായിട്ട് എഴുതാം. കാരണം എന്താണ്? മറ്റേത് ഓൾമോസ്റ്റ് 0 ആയിട്ട് നമ്മൾ എഴുതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? 2 into g into y2 minus y1. ഓക്കെ, ഈ y2 minus y1 നെ, ഓക്കെ, y2 minus y1 ഇതല്ലേ y2 minus y1, ഇതിനെ ഞാൻ h എന്ന് എടുക്കുവാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ v1 square will be equal to 2gh എന്ന് എനിക്ക് വരും. അങ്ങനെയാണെങ്കിൽ v is equal to root 2gh. ഓക്കെ അല്ലടാ? സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്പീഡ് ഓഫ് റിഫ്ലക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ഡൺ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ഈ 2-3 കോൺസെപ്റ്റ്സ് ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ഒരു ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ധൈര്യമായിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് ബോക്സിൽ പറയും മിസ് തേർഡ് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ടെലഗ്രാമിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. ഇനി നെക്സ്റ്റ് വൺ, സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വാരിയബിൾ ഫോഴ്സ് വിച്ച് ഇസ് കൺസർവേറ്റീവ്. ഓക്കെ അല്ലെ? സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വാരിയബിൾ ഫോഴ്സിന് എക്സാമ്പിൾ ആണ്, അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, നമുക്കറിയാം. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാലോടാ, ഇവിടെ നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പ്രിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഫോഴ്സിന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? യെസ്, kx ആണ് അല്ലെ? മൈനസ് kx ആണ്. ഈ k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ദിസ് മൈനസ് ഇസ് റെപ്രസെന്റിങ് വാട്ട്? യെസ്, അതായത് നമ്മൾ അപ്ലൈ ചെയ്തതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈനസ് സൈൻ ആണ്. ആൻഡ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, യെസ്, ഇൻ ദ ബിഗിനിങ് നമ്മുടെ സ്പ്രിംഗ് ഇങ്ങനെയായിരുന്നു. വൺസ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഇതെന്തായി? ഇവിടെ നിന്നും ഇവിടെ വരെ മൂവ് ചെയ്തു. ഓക്കെ അല്ലെ? സോ ദിസ് ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുവാണ്. ഓക്കെ അല്ലെ? ഫോഴ്സ് കണ്ടുപിടിക്കുക. എന്താണ്? യെസ്, നമ്മൾ സ്ട്രെച്ച് ചെയ്തു. സോ ഡെഫിനറ്റ്ലി ഇവിടെ എന്തുണ്ടായിരിക്കും? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് മൈനസ് കെ എക്സ് എന്ന് പറയുന്നത്. സോ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് എന്താണ്? അത് ഡയറക്ഷൻ മാത്രമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ അല്ലെ? യെസ്. ഇനി അടുത്തത് കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ പൊസിഷൻ എവിടെയായിരുന്നു? ഫോഴ്സ് അപ്ലൈ ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് അവിടെ സംഭവിച്ചു. ക്ലിയർ അല്ലടാ? ഇനി വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ എ വാരിയബിൾ ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താടാ? എഫ് ഡോട്ട് ഡി എക്സ് ആണ് അല്ലെ? മൈനസ് എഫ് ഡോട്ട് ഡി, സോറി ഇവിടെ മൈനസ് ഇടേണ്ടതില്ല, ഈ മൈനസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴാട്ടോ വരാം. സോ ഓക്കെ, വർക്ക് ഡൺ ബൈ വാരിയബിൾ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ് നമുക്കറിയാം. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. പക്ഷേ അവിടെ ഒരു വാരിയബിൾ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഫോഴ്സും എന്ത് തന്നെയാണ്? വാരിയബിൾ ഫോഴ്സ് ആണ്. ആൻഡ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് വാരിയബിൾ ഫോഴ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ് എന്ന് വരും കേട്ടോ. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഈ സ്പ്രിംഗ് ഫോഴ്സ് ആണ്. സോ ഞാൻ അപ്ലൈ ചെയ്യുവാണ് മൈനസ് കെ ഇൻറ്റു എക്സ് ഡി എക്സ്. എന്തുകൊണ്ടാണ് ഞാൻ കെനെ പുറത്തേക്ക് എടുത്തത്? ബിക്കോസ് ഐ നോ ദാറ്റ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ അല്ലെ? കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ന് എനിക്കറിയാം. ഇനി ഒന്ന് നോക്കിക്കേടാ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, അപ്പം ഇതിൽ നമ്മൾ മൈനസ് കെ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് വരെ എത്തി. ഇനി ഒന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, മൈനസ് കെ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പം അങ്ങനെ എക്സ് സ്ക്വയർ ബൈ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? 1/2. ഇവിടെ മൈനസ് ദെൻ
kx² എന്ന് കിട്ടും. സോ ദിസ് ഇസ് ആക്ച്വലി എന്താണ് വർക്ക് ഡൺ ട്ടോ. ഓക്കെ, അപ്പം ഈ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. ക്ലിയർ ആയല്ലോ? സോ എന്താണോ നമ്മുടെ വർക്ക് ഡൺ അതായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. ഇനി ഷോ ഗ്രാഫിക്കലി ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇൻ എ സ്പ്രിംഗ്. ഓക്കെ, നമുക്കറിയാം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇതല്ലേ നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്പ്രിംഗിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ അല്ലെ, കോൺസ്റ്റന്റ് വാല്യൂ. സോ കൈനറ്റിക് എനർജി മാക്സിമം ആകുന്ന ടൈമില്, ഓക്കെ, കൈനറ്റിക് എനർജി മാക്സിമം ആകുന്ന ടൈമില് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, മിനിമം ആയിരിക്കും. ഓക്കെ അല്ലടാ, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ എക്സ്റ്റൻഷനും കംപ്രഷനും കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, യെസ് നമുക്കറിയാം കൈനറ്റിക് എനർജി എപ്പൊക്കെ കൂടി വരുന്നു അപ്പൊക്കെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരും. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ രണ്ട് പാരാബോളിക് നേച്ചർ ആയിട്ടുള്ള രണ്ട് എന്താ പറയുക കർവുകളായിരിക്കും നമുക്ക് കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിക്കും കിട്ടുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം കൈനറ്റിക് എനർജി മാക്സിമം ആകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, മിനിമം ആയിരിക്കും. ഓക്കെ അല്ലേ? സോ മീൻ ടൈമില്, ഓക്കെ, മീൻ ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മാറുന്നത് വഴി ഉണ്ടാകുന്നതാണ്. സോ ഇവിടെ കോൺഫിഗറേഷൻ മാക്സിമം ആക്കിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, കോൺഫിഗറേഷൻ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് മാക്സിമം ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ഓക്കെ അല്ലേ? അതേപോലെ കംപ്രസ് ചെയ്ത് മാക്സിമം എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഡ്യൂ ടു ദാറ്റ് കോൺഫിഗറേഷൻ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ഓക്കെ അല്ലടാ? യെസ്. ഇനി എന്താ പറയുക ഏറ്റവും മീൻ പൊസിഷനിലായിരിക്കും അതിന്റെ കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതലായിട്ടും ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ. A region of streamline flow of an incompressible fluid is shown in the figure. As the fluid flows from R to Q, okay, from here to here ആണ് പോകുന്നത്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിക്ക് എന്താണ് ഉണ്ടാവുക? നമുക്കറിയാം AV is equal to constant അല്ലെ, അതായത് നമ്മുടെ അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഓക്കെ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്കറിയാം എന്താണ്, AV is equal to constant and A means എന്താണ്, ഏരിയ ആണ്, and V means എന്താണ്, it is nothing but velocity ആണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വരുമായിരുന്നു വോളിയം അല്ല വെലോസിറ്റി ആണെന്നുള്ളത്, പക്ഷെ അത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് വോളിയം എന്നാണ് എനിക്ക് എഴുതാൻ ഫസ്റ്റ് വന്നത്. സോ തെറ്റിക്കരുത്, എന്താണ് V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെലോസിറ്റി ആണ്. സോ ദിസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ into 1/v അല്ലെ. ദാറ്റ് മീൻസ് ഏരിയ കൂടിയിട്ടുണ്ടോ വെലോസിറ്റി കുറവായിരിക്കും. സോ അങ്ങനെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടത്തെ ഏരിയ ഇൻറ്റു V1 എന്ന് പറയുന്നതും ഇവിടത്തെ ഏരിയ ഇൻറ്റു V2 അല്ലെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നതും എന്തായിരിക്കും അവിടെ സെയിം ആയിരിക്കും. കാരണം ഇത് കൂടുതലല്ലേ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബാലൻസ്ഡ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കേസിൽ അല്ലെങ്കിൽ ആറിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏരിയ കൂടുതലാണ്. സോ ഡെഫിനറ്റ്ലി എന്താവും, വെലോസിറ്റി കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ വരുമ്പോഴോ ക്യൂവിന്റെ കേസ് വരുമ്പോൾ ഏരിയ വളരെ കുറവാണ്. സോ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ വെലോസിറ്റി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഫ്രം R to Q പോകുമ്പം വെലോസിറ്റി, ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്തായിരിക്കും, ഇൻക്രീസസ്. ക്ലിയർ ആയല്ലോ? ഇൻക്രീസസ്. ബൈ കൺസിഡറിംഗ് മാസ് കൺസർവേഷൻ ഇൻ ദ ഫ്ലൂയിഡ് ഫ്ലോ അറൈവ് അറ്റ് ദി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഒന്നുമില്ല, നമുക്കറിയാം ഇവിടെ നമ്മൾ ഒരു ഫ്ലോ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, നമ്മൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാസ് അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ എത്ര കൊടുത്തോ അത് തന്നെയായിരിക്കും പുറത്തോട്ടും വരുന്നത് അല്ലെ. എത്ര നമ്മൾ കൊടുത്തോ അത്രയും തന്നെയായിരിക്കും പുറത്തോട്ടും വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേടാ, നമുക്ക് ഇവിടെ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഉണ്ട്. സോ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A1 ആണ്, ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ്, ആൻഡ് ഇവിടുത്തെ ഏരിയ A2 ആണ്, ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് V2 ആണ്. സോ ഈ A1 ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന അതേ മാസ് തന്നെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് പുറത്തോട്ടും വരും. സോ ലെറ്റ് A1 be the area of cross section of V1 velocity of the flow at a phase and A2 and V2 is the corresponding values of other phase. Then mass of the fluid enter into the first phase during, okay, ഫസ്റ്റ് ഫേസിലൂടെ പോകുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡെൻസിറ്റി which is equal to mass by volume ആണ് അല്ലെ. മാസ് ബൈ വോളിയം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുവാണ്, എനിക്ക് അറിയേണ്ടത് മാസ് അല്ലേ. സോ ദാറ്റ് വിൽ ബി ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലടാ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ V1 എന്ന് ഞാൻ കൊടുക്കുവാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇവിടെ ഞാൻ കൊടുത്ത വോളിയം. അപ്പൊ എനിക്കറിയാം ഈ ഡെൻസിറ്റി ഇൻറ്റു ആ പെർട്ടിക്കുലർ വോളിയം അല്ലെ, ആ പെർട്ടിക്കുലർ വോളിയം ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് എന്തെന്ന് വരുന്നത്, യെസ്, ഇവിടെ ഒരു ഫ്ലോ നടക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫേസിൽ ഞാൻ കൊടുത്ത മാസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഡെൽറ്റ ടി ടൈം കൊണ്ട്, ഓക്കെ, ഡെൽറ്റ ടി ടൈം കൊണ്ട് ഞാൻ കൊടുത്ത മാസിന്റെ വാല്യൂ M1 ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, M1 എന്നല്ല പറയുന്നത് M തന്നെയാണ്, കാരണം ഇവിടെ എന്തെടുത്തോ അത് തന്നെയായിരിക്കും ഇവിടെ പുറത്തു പോകുന്നത്. സോ ആ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഡെൻസിറ്റി ഇൻറ്റു നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ്, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വരുന്നത് അല്ലെ. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, യെസ്, ഇവിടെ വരുന്നത് ലെങ്ത് നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇവിടെ മീൻസ് ഇവിടെ നമ്മൾ കൊടുക്കുന്നു, ഓക്കെ, ഇപ്പൊ ഒരു എന്താ പറയാ ഒരു പെർട്ടിക്കുലർ മാസ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വാട്ടർ അവിടെ ഡിസ്പ്ലേസ് ചെയ്ത് പോവാ. അപ്പം ഏരിയ ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞിട്ട് സോറി
വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വരിക അല്ലെ, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വരുന്നത്. സോ ഇവിടെ ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ നമുക്കറിയാം ഡെൽറ്റ ടി ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വി ബൈ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ കേട്ടോ, സോറി വി ഡെൽറ്റ ടി കേട്ടോ, വി ഡെൽറ്റ ടി, കാരണം വെലോസിറ്റി ആണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി വി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പൊ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? യെസ്, എത്ര വോളിയം ആണോ അവിടെ കയറി, സോറി എത്രയാണോ അവിടുത്തെ വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. ഓക്കെ അല്ലെ, ദിസ് ഇസ് നത്തിങ് ബട്ട് വെലോസിറ്റി ആണ് കേട്ടോ. ഇതെന്താണ്? വെലോസിറ്റി ആണ്. ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. തെറ്റിക്കരുത്, കാരണം നമ്മൾ ഇവിടെ തുടങ്ങിയത് വോളിയത്തിലും നമ്മൾ എത്തി നിൽക്കുന്നത് ഇപ്പം വെലോസിറ്റിയിൽ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഡെൽറ്റ ടി ടൈം കൊണ്ട് എം എന്ന് പറയുന്ന മാസ് ആണ് ഇവിടെ ഫസ്റ്റ് ഫേസിലൂടെ പോയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതേ ഡെൽറ്റ ടി ടൈം കൊണ്ട് എന്ത് ചെയ്യും? ഇത്രയും മാസ് തന്നെ പുറത്തേക്കും വരും അല്ലെ, ഇത്രയും മാസ് തന്നെ പുറത്തേക്ക് വരും. സോ ദാറ്റ് മീൻസ് ഇവിടുത്തെ എം മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. എത്ര നമ്മൾ ഈ ടൈം കൊണ്ട് കൊടുത്തു അത്രയും തന്നെ എന്ത് ചെയ്യും? പുറത്തോട്ട് ചാടും. ഓക്കെ അല്ലെ. ഇനി മാസിന്റെ ഇക്വേഷൻ ആണ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഞാൻ അങ്ങനെ തന്നെ വെച്ചു. ഇനി ഫസ്റ്റ് ഫേസിലെ വോളിയം എന്ന് പറയുന്നത്, ഓക്കെ, ഫസ്റ്റ് ഫേസിലെ വോളിയം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? യെസ്, നമുക്ക് പറയാം ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറയാം. ഓക്കെ അല്ലെ, ഏരിയ ഇൻറ്റു ലെങ്ത്. ആ ലെങ്ത്തിനെയാണ് ഞാൻ എന്ത് ചെയ്തത്? യെസ്, നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ ഹിയർ ഐ ക്യാൻ സേ ദാറ്റ് റോ ഇൻറ്റു A1 ആണ് വെലോസിറ്റി ഫസ്റ്റത്തെ ഫേസിലല്ലേ. ഇനി ലെങ്ത്തിന് പകരം ഞാൻ എന്താ കൊടുത്തത്? അവിടുത്തെ വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി ടൈം. ഇനി ഇതേപോലെ തന്നെ ഔട്ട്ലെറ്റിലൂടെ പോകുന്നതിന് ഞാൻ എങ്ങനെ പറയുവാണ്? ദിസ് ബോത്ത് ആർ സെയിം അല്ലെ. ഇവിടെ നിന്ന് എത്ര മാസ് വന്നോ ഡെൽറ്റ ടി ടൈം കൊണ്ട് എത്ര മാസ് വന്നോ അത്രയും തന്നെയാണ് പുറത്തേക്കും പോകുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോ ഇൻറ്റു A2 into V2 delta T, and we know that this masses are എന്താണ്? സെയിം ആണ്. സോ റോ A1 V1 delta T which is equal to റോ A2 V2 delta T. സോ ഡെൽറ്റ ടിയും ക്യാൻസൽ ആയി പോയി, റോയും ക്യാൻസൽ ആയി പോയി. എനിക്ക് കിട്ടി A1 V1 which is equal to A2 V2. മക്കളെ ശ്രദ്ധിക്കണം, നമ്മൾ തുടങ്ങിയത് എവിടെയായിരുന്നടാ? നമ്മൾ ഇവിടെ തുടങ്ങിയത് വോളിയം പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അല്ലെ. ഇവിടെ നമ്മൾ വോളിയം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് എന്തായി പോയി? യെസ്, വെലോസിറ്റിയിലോട്ട് നമ്മൾ കൺവേർട്ട് ആയി. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടുത്തെ എന്തല്ല, ഇവിടുത്തെ വോളിയം അല്ല. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നമ്മൾ പറയുന്ന ആരെ കുറിച്ചിട്ടാണ്? വെലോസിറ്റിയും ഏരിയയും ആണ് കേട്ടോ. സോ ഈ ഒരു പ്രൂഫ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം, തെറ്റിക്കരുത് കേട്ടോ. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എസ്കേപ്പ് സ്പീഡ് ഓഫ് മൂൺ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എർത്ത്. വാട്ട് ഈസ് മെന്റ് ബൈ എസ്കേപ്പ് സ്പീഡ്? എന്താണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ നമ്മൾ എർത്തിന്റെ സർഫസിൽ നിൽക്കുന്നു. ഓക്കെ അല്ലെ, എർത്തിന്റെ സർഫസിൽ നമ്മൾ നിൽക്കുന്നു. ഈ എർത്തിന്റെ സർഫസിൽ നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും? ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അത് നമ്മൾ കുറച്ചൊരു 10 മീറ്റർ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ കോമൺ സെൻസ് ആണ് നമ്മൾ താഴത്തോട്ട് എത്തും. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് എന്താണ്? എർത്തിന്റെ അട്രാക്ഷൻ കാരണമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? നമ്മൾ താഴത്തോട്ട് വരത്തില്ല. ഓക്കെ, അതിനാണ് നമ്മൾ പറയുന്നത് എന്താണ്? സ്പേസ് എന്ന് പറയുന്നത് അല്ലെ. സോ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇല്ലാത്തൊരു പോയിന്റ് ആണ് അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇല്ല. അങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആ പോയിന്റ് ആണ് നമ്മൾ പറയുന്ന സ്പേസ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഔട്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അങ്ങനെ ഈ ഗ്രാവിറ്റേഷൻ ഫീൽഡിന് പുറത്ത് കടക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ, ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി വേണ്ടേ? ആ ഒരു മിനിമം വെലോസിറ്റി ആണെന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും പുറത്ത് ചാടാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മിനിമം സ്പീഡ്, അതാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. എർത്തിന്റെ സർഫസിൽ ഇപ്പൊ നമ്മൾ കൂളായിട്ട് നിൽക്കുവാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്? നമുക്ക് ഫീൽഡ് ഉള്ളത് കൊണ്ട്. ഇനി കുറച്ചും കൂടെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഒരു സ്ട്രെങ്ത് നമുക്ക് കുറവായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇനി ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോടാ ഒട്ടും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആ പോയിന്റിലോട്ട് നമ്മൾ പോകാനായിട്ട് നമ്മൾ എത്ര സ്പീഡിൽ ഇനീഷ്യലി നമ്മൾ എത്ര സ്പീഡ് കൊടുക്കണം? ആ സ്പീഡാണ് എസ്കേപ്പ് സ്പീഡ്. അത് എർത്തിന്റെ സർഫസിനെ സംബന്ധിച്ചിടത്തോളം 11.2 km/s ആണ്. അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ 11.2 km/s മാത്രം നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ബഹിരാകാശത്ത് എത്താൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ല. നമുക്ക് എന്താ പറയാ, നമ്മൾ നടന്നിട്ടാണെങ്കിലും നമുക്ക് പറ്റും അല്ലെ. കുഞ്ഞു സ്റ്റെപ്പ് വെച്ച് കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ നമ്മളൊരൊറ്റ ടൈമിൽ നമുക്ക് വെലോസിറ്റി കൊടുക്കുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോ ഈ റോക്കറ്റ് ഒക്കെ നമുക്കറിയാം ഒരിക്കലും 11.2
11.2 km/s ഒന്നും അല്ല അതിന്റെ സ്പീഡ്, വളരെ കുറവാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഇടയ്ക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇടയ്ക്ക് സ്പീഡ് കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്പീഡ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്ര സ്പീഡിലാണ് പോകേണ്ടത്. ഒരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്യേണ്ടത് എത്രയാണ്? 11.2 km. ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ സ്പീഡ് കൂട്ടി കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ, അവിടെ ഒരു വെലോസിറ്റി ബൂസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര സ്പീഡിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മനസ്സിലായല്ലോടാ? ഇനി അടുത്ത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ എസ്കേപ്പ് സ്പീഡ് ഫ്രം ദി എർത്ത്. നമുക്കറിയാലോടാ, എപ്പോഴും ഞാൻ ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നു. എന്റെ ഇവിടുത്തെ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെ? ഈ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഓൾവേസ് കൺസേർവ്ഡ് ആണ്. അതായത് നമ്മുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് കൺസേർവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ സർഫസിൽ ഞാൻ നിൽക്കുമ്പോഴും ഇതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് പുറത്തോട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുന്നത്? യെസ്, അവിടെയും എന്റെ എനർജി, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. അപ്പൊ ഞാൻ ഇനീഷ്യൽ ടോട്ടൽ എനർജി, ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഫൈനൽ കൈനറ്റിക് എനർജി, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് KEF പ്ലസ് PEF. ഇതെന്താണെന്നാ പറയുന്നത്? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ബിക്കോസ് ടോട്ടൽ എനർജി ഓൾവേസ് കൺസേർവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി വരുന്നതും അതേപോലെ തന്നെ ഫൈനലി വരുന്നതിനും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സോ ഇവിടെ നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv² ആണ്. സോ എനിക്ക് എന്താ പറയാ, ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് പുറത്തോട്ട് കടക്കണമെങ്കിൽ ഞാൻ എത്ര വെലോസിറ്റിയിൽ പോകണം? എസ്കേപ്പ് വെലോസിറ്റി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? VE എന്ന് ഇട്ടു ആ വെലോസിറ്റിനെ. എനിക്ക് കണ്ടെത്തുന്നത് ഈ വെലോസിറ്റി ആണ്. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് മൈനസ് GMM/r അല്ലെ? ദിസ് ഇസ് എർത്തിന്റെ റേഡിയസ് വിച്ച് ഇസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ്. അവിടെ എന്തായിരിക്കും? ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തത്? മൈനസ് ഇട്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ടോപ്പ് മോസ്റ്റ് പോയിന്റില് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ എന്താണ്? ഹാഫ് mve² which is equal to GMM/RE എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? എന്തുകൊണ്ടാണ് ഇവിടെ 0 വന്ന പൊട്ടൻഷ്യൽ എനർജി, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിക്ക് 0 വന്നത്? കാരണം അത് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആണ്, നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡിന് പുറത്ത് പോയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ ഡെഫിനറ്റ്ലി അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി 0. 0ന്റെ മുകളിലുള്ള ഒരു പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു വാല്യൂ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പൊട്ടൻഷ്യൽ എനർജിക്ക് വരത്തില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം ഏറ്റവും ടോപ്പ് മോസ്റ്റ് വരുന്നത് ഇൻഫിനിറ്റിയിലാണ്. അതുകൊണ്ടാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് വരും തോറും പൊട്ടൻഷ്യൽ എനർജിക്ക് നെഗറ്റീവ് വാല്യൂ വരുന്നത്. ക്ലിയർ ആയില്ലോടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് mv² which is equal to GMM, m ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി ആരൊക്കെ ഉള്ളത്? VE² which is equal to 2GM/RE എന്ന് വരും. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്ക്വയറിനെ ഞാൻ റൂട്ട് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും എന്താണ്? റൂട്ട് ഓഫ് 2GM/RE എന്ന് വരും. ഇത് എർത്തിന്റെ സർഫസിലാണെങ്കിൽ കേട്ടോ. ഇനി അടുത്തത്, ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ എസ്കേപ്പ് സ്പീഡ് ഓഫ് എ ഹെവി ബോഡി ആൻഡ് എ ലൈറ്റർ ബോഡി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഹെവിയർ ബോഡി അല്ലേ എന്ന് വിചാരിച്ചിട്ട് എഴുതും. പക്ഷെ എസ്കേപ്പ് സ്പീഡിന് എന്തില്ല? നമുക്ക് ഈ ഇക്വേഷൻ V is equal to root of GM/RE. വൺസ് നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇനി M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാസ് ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ മാസ് ഓഫ് ദി പ്ലാനറ്റ്. RE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റേഡിയസ് ഓഫ് ദി എർത്ത്. അപ്പം ഇത്രയും ടേംസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? അവിടെ ഈ ഒബ്ജക്റ്റിന്റെ ഏത് ഒബ്ജക്റ്റിനെയാണോ നമുക്ക് എസ്കേപ്പ് സ്പീഡ് കൊടുത്തിട്ട് എന്താ പറയുക സ്പേസിലോട്ട് വിടേണ്ടത്, അതിന്റെ മാസ് ഇവിടെ പ്രതിപാദിച്ചിട്ടില്ല. സോ വെദർ ഇറ്റ് ഈസ് എ ഹെവി ബോഡി ഓർ എ ലൈറ്റർ ബോഡി, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എസ്കേപ്പ് സ്പീഡ് എന്ത് തന്നെയായിരിക്കും? മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ഞാനിവിടെ 10 കിലോ ഉള്ളതിനെടുത്താലും ഞാൻ 5 കിലോ ഉള്ളെടുത്താലും 1 ഗ്രാമിന് എടുത്തു കഴിഞ്ഞാലും എനിക്ക് വേണ്ട എസ്കേപ്പ് സ്പീഡിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ഹെവിയർ ബോഡി ആണോ ലൈറ്റർ ബോഡി ആണോ എന്നുള്ളതൊന്നും എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. ക്ലിയർ ആയില്ലോടാ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. നെക്സ്റ്റ് വൺ, ദ മോഷൻ ഓഫ് എ കാർ on a circular level road is given below. level road ആണ് കേട്ടോ. name the forces acting on the car. ഇവിടെ എന്തൊക്കെ ഫോഴ്സസ് ഉണ്ടായിരിക്കും? ഡെഫിനറ്റ്ലി mg താഴത്തോട്ട്, അതായത് ഇത് ലെവൽ റോഡ് ആയതുകൊണ്ട് തന്നെ നേരെ താഴത്തോട്ട് നമുക്ക് പറയാം. ആൻഡ് ഓൾസോ ഇത് ലെവൽ റോഡ് ആയതുകൊണ്ട് തന്നെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ടായിരിക്കും? നോർമൽ റിയാക്ഷൻ ഫോഴ്സും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലടാ? യെസ്. ഇനി അടുത്തത്, ഡിറൈവ് an expression for the maximum safe speed of the car. ലെവൽ റോഡിലെ സ്പീഡ് ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ അല്ലെ? ലെവൽ റോഡിലെയാണ് അറിയേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ എന്താ പറയുക ഈ ലെവൽ റോഡ് തന്നെയാണ്. ആ ലെവൽ റോഡ് ഒരു കർവ് ആണ്.
സോ അവിടുത്തെ നമുക്കറിയാം എന്താണ് യെസ് നമ്മുടെ mv²/r അല്ലെ, അതായത് നമ്മുടെ എന്താ പറയാ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാടാ, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. സോ ഞാനിപ്പം ഇക്വേറ്റ് ചെയ്യുവാണ്, നമുക്കറിയാം ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെക്കാട്ടിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. സോ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്ന് പറയുന്നത് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ്, μs(n) അല്ലെ, μs(n) ആണ് അതിന്റെ വാല്യൂ. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം μs. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാലോടാ n-ന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ആരെന്ന് പറയുന്നത്, mg എന്ന് പറയുന്നത്. സോ ഞാൻ ഈ n-ന് പകരം എന്ത് ചെയ്തു, mg സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ mv²/r which is equal to μs mg. mgയും m ക്യാൻസൽ ആയി, എനിക്ക് വേണ്ടത് v² ആണ്. സോ μgr. ഓക്കെ, സോ v will be equal to root of μgr. ഇതാണ് ഒരു ലെവൽ റോഡിൽ, ഓക്കെ, സ്പെസിഫൈഡ് ആണ് ലെവൽ റോഡ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ലെവൽ റോഡിൽ അവിടുത്തെ സേഫസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഓഫ് μgr ആണ് കേട്ടോ, ലെവൽ റോഡില്. അപ്പൊ നമുക്കറിയാം എന്താണ് ഈ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ആ മ്യൂവിന്റെ വാല്യൂ ഇപ്പം 0 ആണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 0 ആണ്. എപ്പോഴാണ് 0 ആവുന്നത്, യെസ് നമുക്കറിയാം ഭയങ്കര തെന്നി കിടക്കുന്ന വഴുക്കി കിടക്കുന്ന റോഡൊക്കെ ഉണ്ടല്ലോ, അവിടെ എന്താവും, യെസ് ഈ ഒരു സേഫസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ആയിട്ട് വരും. ദാറ്റ് മീൻസ് അത്തരം റോഡുകളിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാറിനോ ബൈക്കിനോ ഒന്നും ട്രാവൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബാങ്ക്ഡ് റോഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ അല്ല, ബാങ്ക്ഡ് റോഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കണം. ബാങ്ക്ഡ് റോഡിന്റെ ഡെറിവേഷനും ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വേറൊരെണ്ണം ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. സോ ബാങ്ക്ഡ് റോഡ്, സോ നമുക്കറിയാം μ is less than or equal to 0, v is equal to less than or is equal to 0. ക്ലിയർ അല്ലടാ? യെസ്. ഇനി അടുത്തത് the maximum speed of that a car can acquire without skidding. that already നമ്മൾ പറഞ്ഞു എന്താണ്, this is the maximum speed. ഇനി അടുത്തത് എ സൈക്കിൾ സ്പീഡിംഗ് അറ്റ് 18 km/h. ഓക്കെ, നമുക്ക് ഇവിടെ സ്പീഡ് വന്നിട്ടുണ്ട് 18 km/h ആണ്. ഓൺ എ ലെവൽ റോഡ് ടേക്സ് എ ഷാർപ്പ് സർക്കുലർ ടേൺ ഓഫ് റേഡിയസ് 3 meter. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു വട്ടം തന്നെ ആവണമെന്നില്ല, ഇത്രയും ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ഒരു എന്താ പറയാ ഒരു സർക്കിളിന്റെ ഭാഗമായിട്ടുള്ള ഒരു എന്താ പറയാ റോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, യെസ് അതൊരു സർക്കുലർ ടേൺ ആണെന്ന് പറയും അല്ലെ, നമുക്കറിയാം. ഓക്കെ, അപ്പം ആ ഒരു സർക്കിൾ ആകുന്നുണ്ട്, ഇതിന്റെ ഒരു റേഡിയസ് എന്ന് പറയുന്നത് 3 meter ആണ്. ഓക്കെ അല്ലെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ between the tires and road is 0.1. ഓക്കെ, അപ്പൊ നമുക്ക് mu തന്നിട്ടുണ്ട്. Will the cyclist slip while taking the turn? അപ്പൊ നമുക്ക് അറിയാം, ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, യെസ് നമുക്ക് വി മാക്സ് കണ്ടുപിടിക്കാം അല്ലെ, മാക്സിമം പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള സ്പീഡ്, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് μrg. അത് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം മ്യൂവിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, റേഡിയസിന്റെ വാല്യൂ 3 meter ആണ് തന്നിട്ടുണ്ട്, ജിന്റെ വാല്യൂ വി ഓൾറെഡി നോ ദാറ്റ് ഇറ്റ് ഇസ് 9.8 അല്ലെങ്കിൽ 10 എന്ന് കൊടുക്കാം. സോ നമ്മൾ ആ വാല്യൂ കണ്ടുപിടിച്ചിട്ട് 6.2 km/s ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ പോകുന്ന സ്പീഡ് എത്രയാടാ, 18 km/h അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 18 km/h is greater than the permissible speed. So definitely എന്താവും, സ്ലിപ്പ് ആവും. ഓക്കെ, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സ്പീഡ് ഇതാണ്. പക്ഷേ എന്താണടാ, യെസ് ഇവിടെ കിടക്കുന്നത് 18 km/h ആണ്. സോ അത് കൂടുതലാണ്. സോ ഡെഫിനറ്റ്ലി എന്താവും, സ്കിപ്പ് ആവും. യെസ്, ഓക്കെ. Schematic picture of a capillary tube immersed in a water is shown below. Okay, നമുക്കത് വരയ്ക്കാം, നമുക്കറിയാം. Name the phenomena capillary rise. Okay, ഒന്നുമില്ല, അതായത് നമ്മുടെ ഒരു ബീക്കറിൽ വെള്ളമുണ്ട്, ഒരു നാരോ ട്യൂബ് നമ്മൾ വെക്കണം. നാരോ ട്യൂബ് ആണ് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഞാൻ ഇത്തിരി വലുതാക്കിയതാണ്, കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ മാർക്ക് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. സോ യെസ്, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്, നമ്മുടെ കാപ്പിലറി റൈസ് ആണ് നമ്മൾ പറയുന്നത്. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ എച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, കാപ്പിലറി റൈസ്, എത്രത്തോളം ഹൈറ്റ് ഈ ഒരു ലെവലിൽ നിന്നും ഇവൻ കേറി പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവന്റെ ലെവൽ ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഹൈറ്റ്, കാപ്പിലറി റൈസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലടാ? ഈ ഒരു വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഇവിടുത്തെ ഞാൻ ഈ പുറത്തത്തെ ഇതിന്റെ പ്രഷറിന് ഞാൻ എന്ത് എടുക്കുവാണ്, PA എന്ന് എടുക്കുവാണ്. ഉള്ളിലെ പ്രഷർ ഞാൻ PO എന്ന് എടുക്കുകയാണ് കേട്ടോ. പുറത്തത്തെ PA എന്നും ഉള്ളിൽ ഞാൻ PO എന്ന് എടുക്കുവാണ്. ആൻഡ് ദിസ് ഇസ് എന്താടാ, ഈസ് ആംഗിൾ തീറ്റ കേട്ടോ. ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആംഗിൾ ഓഫ് കോൺടാക്ട് ആണ്. സോ ദാറ്റ് ഇസ് ഇവിടെ നമ്മൾ പറഞ്ഞു PA ആണ് പുറത്തത്തെ പ്രഷർ, അകത്തത്തെ പ്രഷർ PO ആണ്. ആൻഡ് ഈ ഒരു ആംഗിൾ ഓഫ് കോൺടാക്ട് തീറ്റ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ PA മൈനസ് PO എന്ന് പറയുന്നത്, അതായത് ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത് which is equal to delta P, which is equal to എന്താടാ, H rho G. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമല്ല, H rho G എന്ന് പറയുന്നത് PA മൈനസ് PO which is equal to H rho G എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. സോ ആദ്യം തന്നെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചു. ഇനി ഇത് നമുക്കറിയാം, ഇത് വാട്ടർ ആണ് അല്ലെ, വാട്ടർ ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നത്, കോൺകേവ് ഇരിക്കുന്നത്. കോൺകേവിന്റെ നമുക്കറിയാം PA ആയിരിക്കും കൂടുതൽ അല്ലെ, ഈ ഇവിടെ കൂടുതലാണെങ്കിൽ മാത്രമാണ് ഈ
ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ അല്ലെ. അതായത് PA എന്ന് പറയുന്നത് കൂടുതലാണ് PO എന്നാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, കോൺകേവ് ഷേപ്പ് ആ ഒരു മെനിസ്കസിന് വരത്തുള്ളൂ. ഓക്കെ അല്ലെ, കോൺകേവ് ഷേപ്പ് ആ ഒരു മെനിസ്കസിന് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് PA ആണ് കൂടുതൽ, അതുകൊണ്ടാണ് നമ്മൾ PA - PO എടുത്തത് കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ് കോൺകേവ് ഷേപ്പ് ആണ്. സോ ഇതിനെ ഞാനൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ഇതായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ഇതെന്താണ്, ഇതൊരു ഡ്രോപ്പിന്റെ ഭാഗമാണ്. ആ ഡ്രോപ്പിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് കേട്ടോ. ക്യാപിറ്റൽ R എന്താണ്, സോ നിങ്ങൾ സ്പെസിഫൈ ചെയ്യുക. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റേഡിയസ് ഓഫ് ദി ഡ്രോപ്പ്. ഓക്കെ, റേഡിയസ് ഓഫ് ദി ഡ്രോപ്പ് ആണ്. ഓക്കെ, ഇനി അടുത്തത് PA എന്താണ്, യെസ് ഔട്ട്സൈഡ് ഉള്ള പ്രഷർ. PO ദാറ്റ് ഈസ് ഇൻസൈഡ് ഉള്ള പ്രഷർ. ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തത് H എന്ന് പറയുന്നതാണ് ഹൈറ്റ് അല്ലെ, കാപ്പിലറി റൈസ് അല്ലെങ്കിൽ എത്രത്തോളം ഹൈറ്റ് ഇത് ഇതിന്റെ ലെവലിൽ നിന്നും പോയി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാം കേട്ടോ. അപ്പൊ HρG കിട്ടി. ഇനി നമുക്കറിയാം എക്സസ് പ്രഷറിന്റെ ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് ഡെൽറ്റ P which is equal to 2S/R ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഞാൻ ഇക്വേറ്റ് ചെയ്തു. HρG which is equal to 2S/R. ക്ലിയർ അല്ലേ, HρG which is equal to 2S/R. എനിക്ക് വേണ്ടത് H നല്ലേ, അപ്പൊ ഞാൻ H നെ മാത്രം അവിടെ നിർത്തി. അപ്പൊ എനിക്ക് കിട്ടി 2S divided by R ρg എന്ന് കിട്ടി. അപ്പൊ എനിക്കറിയാം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് നമ്മൾ ഇമാജിൻ ചെയ്ത്, അതായത് ഈ ഒരു മെനിസ്കസിന് നമ്മൾ എന്താ പറയുക ഇൻകംപ്ലീറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് അത്രേ കിട്ടത്തുള്ളൂ ഒറിജിനൽ ആയിട്ട്. സോ നമുക്കറിയാം എന്താണ്, യെസ് ഇവിടെ നിന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആ സർക്കിളിന്റെ റേഡിയസ് ആണ്, അല്ലെങ്കിൽ ആ ഡ്രോപ്പിന്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് നമുക്ക് ഈ ഒരു കാപ്പിലറി ട്യൂബ് ഉണ്ടല്ലോ, ഈ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ R. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് എഴുതാം. എന്താണ്, യെസ് ട്യൂബിന്റെ റേഡിയസ് ആണ് എന്തെന്ന് പറയുന്നത്, യെസ് റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ് ആണ് എന്തെന്ന് പറയുന്നത്, യെസ് നമ്മുടെ സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ R ന് പകരം ഈ R നെ കൊണ്ടുവരണം. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണ്. അതായത് ഞാൻ ഈ ഒരു ഇമേജിന് ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ വിജിലംബിപ്പിച്ച് വരയ്ക്കുകയാണ്. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ കാപ്പിലറി ട്യൂബ് കേട്ടോ. ഓക്കെ, കാപ്പിലറി ട്യൂബ് ഇതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതാണ് നമ്മുടെ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, ആൻഡ് ദിസ് ഇസ് നമ്മുടെ ആ ഡ്രോപ്പിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R, ആൻഡ് ദിസ് ഇസ് സ്മോൾ ലെറ്റർ R, ആൻഡ് ദിസ് ഇസ് നമ്മുടെ ആംഗിൾ ഓഫ്, ഇപ്പൊ ഇവിടെ മെനിസ്കസ് ഉണ്ട് കേട്ടോ, ഇവിടെ മെനിസ്കസ് ഉണ്ട്, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. ക്ലിയർ അല്ലേ, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ R കിട്ടണം. അപ്പൊ എനിക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കറിയാം ഈ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ദിസ് ആംഗിൾ ഇസ് ഓൾസോ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഞാൻ കമ്പോണൻസ് ആക്കി എഴുതുവാണെങ്കിൽ എനിക്ക് എന്ത് വരും, R is equal to R cos theta എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R by cos theta which is equal to capital R. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുവാണ് 2S divided by R by cos theta into ρg. അങ്ങനെയാണെങ്കിൽ 2S cos theta divided by R ρg ആണ് ഈ ഒരു എന്താ പറയുക കാപ്പിലറി ട്യൂബിന്റെ റേഡിയസിന്റെ ടേമിൽ ഞാൻ കണ്ടുപിടിച്ച ഹൈറ്റിന്റെ കാപ്പിലറി റൈസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ, ഓൾ സെറ്റ് അല്ലേ, യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പം അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റൻ നമ്പർ മാം ക്വസ്റ്റൻ നമ്പർ 8 എന്ന് ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, യെസ്. അപ്പം ഇനി എന്താണ്, ദ പ്രഷർ ഓഫ് എ വാട്ടർ ഇൻസൈഡ് ദ ട്യൂബ് ഇസ് ജസ്റ്റ് അറ്റ് ദി മെനിസ്കസ് ഈസ് yes, the pressure of water inside the tube is just at the meniscus is, yes, the answer is endada less than the atmospheric pressure. Okay alle, yes. ഇനി അടുത്തത്, അടുത്തൊരു അടിപൊളി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു അടിപൊളി ഡെറിവേഷൻ. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ചോദ്യം, നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ആ രണ്ട് വെക്ടേഴ്സും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് അറിയാം. ഓക്കെ, ഷോ ദം and their resultant in a diagram. So നമ്മൾ എഴുതുവാണ്, this is vector A, okay, and this is vector B. ക്ലിയർ അല്ലേ, സോ ഇവര് തമ്മിലുള്ള ആംഗിൾ ആണ് ഇതെന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, തീറ്റയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേരുടെയും ഈ കോമൺ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ വരയ്ക്കുന്ന റിസൾട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ എന്താ പറയാ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത് എന്ത് ചെയ്യുവാണ്, ഈ ഒരു പാരലോഗ്രാമിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. സോ ദിസ് ഇസ് അഗെയിൻ A ആണ്. ഇതൊരു പാരലോഗ്രാം ആണ് കേട്ടോ, ചെറുതായിട്ട് കൂടെ ഞാൻ തിരിച്ച് വരയ്ക്കാവേ. Okay. Okay, so this is B. ഇവര് നമ്മളുള്ള ആംഗിൾ തീറ്റ, ആൻഡ് ദെൻ ദിസ് ഇസ് ദ റിസൾട്ടന്റ്. സോ ഞാൻ എന്ത് ചെയ്തു, ഈ പാരലോഗ്രാമിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കേട്ടോ. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. സോ എന്തായിരിക്കും, ഇത് തന്നെയായിരിക്കും A എന്ന് പറയുന്നത്, ഇത് തന്നെയായിരിക്കും B എന്ന് പറയുന്നതും അല്ലെ. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ വരച്ചു. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദയർ റിസൾട്ടന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നോക്കിക്കേടാ, നമുക്ക് ഇവിടെ ആദ്യം എന്ത് ചെയ്യാം, ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുവാണ് കേട്ടോ, എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. സോ ദാ ഫസ്റ്റ് വൺ,
ഞാൻ ദാ എ എന്ന് പറയുന്നതിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഇവരുടെ റിസൾട്ടന്റ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ രണ്ട് വെക്ടേഴ്സും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഞാൻ താഴത്തോട്ട് ഒരു ലൈനും വരച്ചു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലടാ? ഇനി അടുത്ത എന്താ പറയുന്നത്? ഈ ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കില്ല. ഇഫ് ദിസ് ഇസ് തീറ്റ, ദിസ് ഓൾസോ വിൽ ബി തീറ്റ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ ഞാൻ ആൽഫ എടുക്കുവാണ്, ഇവിടെ ഞാൻ ബീറ്റ എടുക്കുവാണ് കേട്ടോ. രണ്ട് ആംഗിൾ ഞാൻ എടുത്തു, ആൽഫയും ബീറ്റയും. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് എനിക്കറിയാം, ഞാൻ ആദ്യം എടുക്കുന്നത് ഇതാണ് എന്റെ O എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എസ് ആൻഡ് ദിസ് ഇസ് പി, ദിസ് ഇസ് എൻ, എന്താണ് ക്യൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രയാങ്കിൾ OSN, ഓക്കെ, OSN, ട്രയാങ്കിൾ OSN ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ് കേട്ടോ. അവിടെ നിന്നും എനിക്ക് OS സ്ക്വയറിന് എങ്ങനെ എഴുതാൻ പറ്റും? OS സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ON സ്ക്വയർ പ്ലസ് SN സ്ക്വയർ. ഓക്കെ, അതിൽ ON സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, OS സ്ക്വയർ ഡെഫിനറ്റ്ലി R സ്ക്വയർ ആണ്. ON എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ രണ്ട് ടേം വരുന്നുണ്ട്. ഒന്ന് എന്താണ്? A വരുന്നുണ്ട് പ്ലസ് NP ദ ഹോൾ സ്ക്വയർ പ്ലസ് SN സ്ക്വയർ. അപ്പം SN സ്ക്വയർ, ഓക്കെ, SN. അപ്പൊ എനിക്ക് ഇനി വേണ്ടത് എന്താണ്? NPയും SNും എനിക്ക് എന്ത് ചെയ്യണം? എന്റെയും പിന്റെയും ടേമിൽ എനിക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക? ട്രയാങ്കിൾ PSN കണ്ടെത്തുവാണ് കേട്ടോ. ട്രയാങ്കിൾ PSN, ഓക്കെ, ട്രയാങ്കിൾ PSN. അവിടെ നിന്ന് ഞാൻ കോസ് തീറ്റ കണ്ടുപിടിച്ചു. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഇസ് NP ഡിവൈഡഡ് ബൈ എന്താണ്? PS. ഓക്കെ, NP ഡിവൈഡഡ് ബൈ PS എന്ന് പറയുന്ന ഇതാണ് എന്റെ എന്താ പറയാ കോസ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് NP കണ്ടുപിടിക്കാം. NP വിച്ച് ഇസ് ഈക്വൽ ടു PS എന്ന് പറഞ്ഞാൽ എന്താണ്? PS എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് അഗൈൻ B തന്നെയാണ്. സോ B കോസ് തീറ്റ. ക്ലിയർ അല്ലേ? സോ എനിക്ക് ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ ഇത് 1 അല്ലേ, അപ്പൊ ഞാൻ ഇതിന് 2 വന്നിട്ടു കേട്ടോ. ഇനി അടുത്തത് എനിക്ക് ആരെയാണ് വേണ്ടത്? എനിക്കിപ്പോ NP കിട്ടി. ഇതുപോലെ എനിക്ക് SN കിട്ടണം. SN കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? സൈൻ തീറ്റ എന്നിട്ട്. ഓക്കെ, സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഇസ് SN ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഇസ് B. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SN will be equal to B sin theta. Okay, so here I got the third. Okay, ഇനി ഞാൻ 2ഉം 3യും എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്? ഇൻ 1ൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ A എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് A സിംപ്ലി A തന്നെ. NP എന്ന് പറയുന്നത് എന്താണ്? B കോസ് തീറ്റ ആണ്. സോ NP B കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് SN എന്ന് പറയുന്നത് എന്താണ്? B സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ക്ലിയർ അല്ലടാ? അപ്പൊ ഞാൻ ഇതൊന്ന് വിചലനിപ്പിക്കുവാണ്. A സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ പ്ലസ് B സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് B സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, which is equal to R സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു ടേം കണ്ടെത്തിയിട്ടുണ്ട്. A സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ. ഓക്കെ, പ്ലസ് B സ്ക്വയർ ഞാൻ എടുത്തു, കാരണം ഇവിടെയും B സ്ക്വയർ ഉണ്ട്, ഇവിടെയും B സ്ക്വയർ ഉണ്ട്. അപ്പൊ ഞാൻ B സ്ക്വയറിന് കോമൺ പുറത്തെടുത്ത് എനിക്ക് കിട്ടും കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, നമ്മളൊരു ടേം പഠിച്ചിട്ടുള്ളതല്ലേ, നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചതല്ലേ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ which is equal to 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഈ ടേം 1 ആയിട്ട് പോയി എനിക്ക് കിട്ടി A സ്ക്വയർ 2AB കോസ് തീറ്റ പ്ലസ് B സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു R സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ R will be equal to root of A സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ പ്ലസ് B സ്ക്വയർ. ക്ലിയർ അല്ലടാ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത നമ്മുടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ദ ഡയറക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അഗൈൻ ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ മതി അല്ലെ? ടാൻ തീറ്റ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ വരിക? ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ SN ഡിവൈഡഡ് ബൈ NP ആണ്. SN നമ്മൾ ആദ്യം ട്രയാങ്കിൾ OSN കണ്ടെത്തുക കേട്ടോ. ട്രയാങ്കിൾ OSN. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ ടാൻ തീറ്റ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ട്രയാങ്കിൾ OSN വെച്ചിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, ടാൻ ആൽഫയാണ് കേട്ടോ, തീറ്റ അല്ല, ആൽഫ ദിസ് ആംഗിൾ കേട്ടോ. ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ഡയറക്ഷൻ കിട്ടാം. കാരണം എത്രത്തോളം ഈ ഒരു റിസൾട്ടന്റ് ഇൻക്ലൈൻഡ് ആണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. സോ ടാൻ ആൽഫ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ OSN കൺസിഡർ ചെയ്യുവാണ്. അവിടെ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് SN ആണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് ON ആണ്. ഓക്കെ, സോ SN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു. എന്താണ് SN എന്ന് പറയുന്നത്? B സൈൻ തീറ്റ ആണ്. അപ്പം B സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ON എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് A പ്ലസ് NP ആണ്. സോ A പ്ലസ് NP ക്ക് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. NP എന്തായിരുന്നു? NP is B cos theta. ഓക്കെ, സോ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. B cos theta. Clear? So this is the direction. So alpha is equal to tan inverse of B sin theta divided by A plus B cos theta. ക്ലിയർ അല്ലടാ? സെറ്റ് ആയില്ലേ? യെസ്, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ്, റൈറ്റ് ദ അസംപ്ഷൻ യൂസ്ഡ് ഇൻ ഡിറൈവിംഗ് ബെർണോളിസ് ഇക്വേഷൻ. ഓക്കെ, ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് അസംപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? യെസ്, അതെന്തായിരിക്കണം? ഒരു ഐഡിയൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള
നോൺ വിസ്കസ് ആയിട്ടുള്ള അതേപോലെ തന്നെ എന്താണ് യെസ് സ്റ്റഡി ഫ്ലോ എക്സിബിറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആയിരിക്കണം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം സ്ട്രീം ലൈൻ ഫ്ലോ എക്സിബിറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോവാം. എവിടേക്കാ പോകേണ്ടത്? ബെർണോളിസ് തിയറം നമുക്ക് ഡിറൈവ് ചെയ്യണം. സോ ബെർണോളിസ് തിയറം ഡിറൈവ് ചെയ്യാനായിട്ട് കുറച്ച് ടാസ്ക് ഉണ്ട് അല്ലേ? എന്താണ്? ആദ്യം തന്നെ നമ്മൾ ഫിഗർ വരയ്ക്കണം. അപ്പൊ ഞാൻ ഫിഗർ വരയ്ക്കുവാണ്. സോ ദാ ഇതാണ് നമ്മുടെ ഇൻലെറ്റ് കേട്ടോ. ഇനി ഞാൻ ദാ എന്റെ ഔട്ട്ലെറ്റ്. ഓക്കെ യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് എന്താണ് നമ്മുടെ ഹൈറ്റ് h1. ഓക്കെ ആൻഡ് ദിസ് ഇസ് ഹൈറ്റ് h2. അപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ് എന്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്നും h1 ഹൈറ്റിലും ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് h2 ഹൈറ്റിലുമാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഏരിയ. ഓക്കെ ഇതാണ് ഒരു ഏരിയ ദാറ്റ് ഇസ് A1 എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുവാണ് കേട്ടോ. A1 ആൻഡ് ദിസ് ഇസ് ഏരിയ A2. ക്ലിയർ അല്ലേ? A1 A2. ഇനി ഇവിടത്തെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കൊടുക്കുന്ന വോളിയം ഡെൽറ്റ വി ആണ്. പുറത്തു പോകുന്നതും അത്രയും തന്നെയായിരിക്കും, ഡെൽറ്റ വി തന്നെയായിരിക്കും പുറത്തും പോകുന്നത്. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാലോടാ ഫസ്റ്റ് ഇവിടെ ഞാൻ കൊടുക്കുന്ന വർക്ക് ഡൺ. കാരണം എന്തുവാണ്? എനിക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് വേണം, അല്ലെങ്കിൽ എന്താ പറയുക ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വേണം എനിക്ക് വർക്ക് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമാണ് ഹൈറ്റ് കുറവുള്ള ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് ഹൈറ്റ് കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യെസ്, വാട്ടറിന് അല്ലെങ്കിൽ എന്താണോ ഫ്ലൂയിഡ് അതിനെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ വർക്കാണ് കേട്ടോ. ദാറ്റ് ഈസ് P1 into delta V. Okay, അല്ല P1 into delta V. So here the pressure is P1 and here it is P2. So എനിക്ക് പറയാം എന്താണ് W1 ഇതാണെങ്കിൽ W2 will be equal to P2 delta V. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് എനിക്ക് വേണ്ട എന്താണ്? കൈനറ്റിക് എനർജി. അപ്പം ഈ പോയിന്റിലെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഹാഫ് mv². ഓക്കെ അല്ലേ? ആൻഡ് ഇവിടുത്തെ ഈ സെക്കൻഡ് പോയിന്റിലെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ V1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹാഫ് mv². ക്ലിയർ അല്ലടാ? ഇനി എനിക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് mgh1 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് mgh2. ഓക്കെ യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇനി ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ കൊടുത്ത ഈ വർക്ക് ഡൺ ഉണ്ടല്ലോ, ആ വർക്ക് ഡൺ ആണ് ഈ കൈനറ്റിക് എനർജിക്ക് ഉണ്ടായ ചേഞ്ചും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഉണ്ടായ ചേഞ്ചും അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായ വർക്ക് ഡൺ രണ്ടാമത്തെ ഈ സെക്കൻഡ് പോയിന്റിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒക്കെ എന്താണ്? യെസ്, ഇവൻ കാരണമല്ലേ? അതായത് നമ്മൾ ഇനീഷ്യലി കൊടുത്ത വർക്ക് ഡൺ അല്ലേ? അപ്പൊ ഞാൻ എഴുതുവാണ് ആദ്യം ഡെൽറ്റ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു v2² മൈനസ് v1². ഓക്കെ. ഇനി അതേപോലെ തന്നെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഇസ് നത്തിങ് ബട്ട് mgh2 മൈനസ് h1. ക്ലിയർ അല്ലടാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ ഞാൻ ഈ വർക്ക് ഡൺ 2വിനും ഞാൻ എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. സോ എനിക്കറിയാം വർക്ക് ഡൺ മൈനസ് വർക്ക് ഡൺ 2 which is equal to change in kinetic energy that is half mv2² minus v1² plus mgh2 minus h1. ക്ലിയർ അല്ലടാ? ഇനി ഇവിടെ എനിക്കറിയാലോ this is P1 delta V minus P2 delta V which is equal to P1 minus P2 delta V. Okay, which is equal to half into m into v2² minus v1² plus mg h2 minus h1. ക്ലിയർ അല്ലടാ? സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുവാണ്? യെസ്, എന്റെ ഈ എന്താ പറയുക ഈ ഒരു കംപ്ലീറ്റ് ടേമിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? വോളിയം കൊണ്ട് അല്ലെങ്കിൽ ഈ ഡെൽറ്റ വി കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് കിട്ടും? P1 by P2. Okay, which is equal to half into m divided by delta v. Mass by volume എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ആണ്. സോ v2² minus v1² plus again m by delta v rho g h2 minus h1. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? യെസ്, ഇതിനെ ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണ്. P1 minus P2 which is equal to half rho v2² minus half rho v1² plus rho g h2 minus rho g h1. ക്ലിയർ അല്ലടാ? ഇത്രയും സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ 1 വരുന്ന ടേമുകൾ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരാം കേട്ടോ. P1 plus half rho v1² plus rho g h1 which is equal to half rho v2² അവിടെ തന്നെയുണ്ട് and also rho g h2 അവിടെ തന്നെയുണ്ട് and plus rho P2 അല്ലെ ഈ മൈനസ് P2 പുറത്തേക്ക് വരുമ്പോൾ അതോ. So that means P plus half rho v² plus rho gh which is equal to a constant value. Hence proved കേട്ടോ. അപ്പൊ നമ്മൾ ബെർണോളിസ് തിയറം അതിമനോഹരമായി അതിഗംഭീരമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഓക്കെ, ലീനിയർ മൊമെന്റം നമ്മുടെ അടുത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? യെസ്, അതായത് അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ എന്താണ്? സോറി, ലീനിയർ മൊമെന്റ് അല്ലേ, സോ P will be constant. സോ നമുക്കറിയാം അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് F is equal to dp by dt ആണ്. സോ F is equal to 0 ആണെന്നുണ്ടെങ്കിൽ dp by dt is equal to 0 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ P is a constant value. ഓക്കെ അല്ലടാ? സോ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പറയും എന്താണ്? അവിടുത്തെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസിൽ നമ്മൾ എടുത്ത് പറയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അതെന്താണ്? യെസ്, എക്സ്റ്റേണലി അവിടെ ടോർക്ക് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അവിടുത്തെ L അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? കാരണം ടോ ഇസ് ഈക്വൽ ടു dl by dt ആണ് കേട്ടോ. ക്ലിയർ അല്ലടാ? യെസ്, ഇത് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ്. ഇനി എ ബുള്ളറ്റ് മാസ് 30 kg is fired from a gun of mass 2 kg. The muzzle speed of the bullet is 100 meter per second. The recoil speed, so നമുക്കറിയാം m1 v1 which is equal to m2 v2, അല്ലെങ്കിൽ നമുക്ക് പറയാം ക്യാപിറ്റൽ M ക്യാപിറ്റൽ V സ്മോൾ ലെറ്റർ, അങ്ങനെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടം അത് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് റീകോയിൽ സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ m2 v2 divided by m1. ഓക്കെ, m2 ന്റെ വാല്യൂ അറിയാം, ദാറ്റ് ഇസ് 2 kg. ഓക്കെ, സോറി 30 ഗ്രാം ആണ് അല്ലെ? 30 ഗ്രാം ആണ്. സോ 0.3 ഓക്കെ ഇൻടു എന്താണ്? ഓക്കെ, ഇൻടു ഏതാണ് വരിക? v2 യെസ് 100 meter per second ഡിവൈഡഡ് ബൈ എന്താ വരിക? 2 kg. ക്ലിയർ അല്ലേ? സോ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1.5 meter per second. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. ഇനി അടുത്തത്, heat energy is transferred from one body to another due to temperature difference. That we know അല്ലെ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ആൻഡ് ടിൽ രണ്ട് ടെമ്പറേച്ചറും സെയിം ആകുന്നത് വരെ എന്തായിരിക്കും? ഈ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ നടക്കും. വാട്ട് ആർ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ? യെസ്, കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസിൽ നിന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ഹൗ സീ ബ്രീസ് ഒക്കേഴ്സ്. എങ്ങനെയാണ് കടൽ കാറ്റ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതായത് ഡേ ടൈമിലാണെന്നുണ്ടെങ്കിൽ when cool air from the sea blows towards the land. Okay, this happens because during day the land get എന്താ പറയുക, നമ്മുടെ കടൽക്കര അത് പെട്ടെന്ന് ചൂടാവും അല്ലെ? ചൂടാവുന്നതിന്റെ ഭാഗമായിട്ട് എന്തായിരിക്കും? ഈ എന്താ പറയുക, ഈ ലാൻഡിന്റെ തൊട്ട് മുകളിലുള്ള എയർ പാർട്ടിക്കിൾസ് അല്ലെ, എയർ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ, അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ മുകളിലോട്ട് പോകും. ഓക്കെ അല്ലെ? മുകളിലോട്ട് പോകും. ആൻഡ് അഗൈൻ എന്ത് ചെയ്യും? യെസ്, അപ്പം ഈ ഡെൻസിറ്റി കൂടിയ താഴത്തോട്ട് വരും. അഗൈൻ ഇവിടെ നിന്ന് കിട്ടുന്ന ചൂട് അനുസരിച്ചിട്ട് ഇതിങ്ങനെ മേലോട്ട് പോകും. അപ്പൊ ഈ സൈക്കിൾ ആണ് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്? യെസ്, ദിസ് ഹീറ്റഡ് എയർ റൈസസ് വിച്ച് ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ ദി കൂൾ എയർ ഫ്രം ദി സീ. The bottom of the cooking vessels are back and given. Okay, yes. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇപ്പം ഇവിടെ എന്തുണ്ടായി? യെസ്, ഇവിടെ ഈ ഡെൻസിറ്റിയിൽ ഇങ്ങനെ മാറ്റം വരുന്ന അനുസരിച്ചിട്ട് ഇത് എന്ത് ചെയ്യും? ഇതിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ കടലും കരയും തമ്മിൽ എന്തുണ്ടാവും? ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ എന്ത് വരും? യെസ്, അവിടെ എന്ത് ചെയ്യും? പ്രഷർ കുറഞ്ഞ സ്ഥലത്ത് നിന്നും അല്ലെ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തോട്ട് എയർ പാർട്ടിക്കിൾസിന്റെ മോഷൻ വരും. അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്? കടൽ കാറ്റ് ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെയാണ് കരക്കാറ്റ്. രാത്രിയാകുമ്പോൾ എന്തുണ്ടാവും? യെസ്, കടലിന് മുകളിൽ പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല? വാട്ടറിന്റെ ഇത് ചൂട് എന്താ പറയുക, ഹീറ്റ് കുറയത്തില്ല. അപ്പൊ കമ്പാരിറ്റീവ്ലി എന്താ പറയുക, കരയിനെക്കാട്ടിലും കൂടുതൽ ചൂട് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. സോ ഇങ്ങനെ ഇതേ സൈക്കിൾ അവിടെയും നടക്കുന്നു, തിരിച്ചു കാറ്റ് വീശുന്നു കേട്ടോ. ഇനി അടുത്തത്, the bottom of the cooking vessels are black. എന്തുകൊണ്ടാണ് കറുത്ത കളർ കൊടുക്കുന്നത് എന്നുള്ളത്? The bottom of the jars are painted black so that when they are exposed to heat they absorb it quickly because black is an excellent conductor of heat. Okay അല്ലേ? And this speed ups the cooking process. The upper half of the utensil is kept shiny to ensure that the utensil loses as little heat as possible when cooking. Okay, ഒന്നുമില്ല, കുക്കിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്? യെസ്, ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെമ്പറേച്ചറിനെ എന്താ പറയാ അബ്സോർബ് ചെയ്യുന്നതാണ്. സോ ഡെഫിനറ്റ്ലി അവിടെ കണ്ടക്ഷൻ നല്ല രീതിയിൽ നടക്കും. Next, the stress strain graph of two materials A and B are shown below. State the law which relates the stress and strain. That is nothing but എന്താണ്? ഹുക്സ് ലോ ആണ് അല്ലെ? ഹുക്സ് ലോ എന്താ പറയുന്നത്? യെസ്, within the elastic limit അല്ലെ? within the elastic limit എന്താണ്? elastic limit, yes, stress is directly proportional to strain. നിങ്ങൾ ഇത് സ്ട്രെസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ പോലെ ഈ ഒരു വാക്ക് എന്തായാലും വേണം കേട്ടോ. ഒന്നുകിൽ ചെറിയ ഡിഫോർമേഷൻ ആയിരിക്കണം സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. ഇത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. വിച്ച് ഓഫ് ദി മെറ്റീരിയൽ ഹാസ് ദി ഗ്രേറ്റർ യങ്സ് മോഡുലസ്? ഏതിനാണോ സ്ലോപ്പ് കൂടുതൽ, ഓക്കെ അല്ലെ, അതിനായിരിക്കും കൂടുതൽ യങ്സ് മോഡുലസ്. കാരണം എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ്? യങ്സ് മോഡുലസ്. ഇവിടെ ലോഞ്ചിറ്റ്യൂഡൽ ആണ്. സോ ഡെഫിനറ്റ്ലി യങ്സ് മോഡുലസ്. സോ മെറ്റീരിയൽ എക്കാണ് സ്ലോപ്പ് കൂടുതൽ. സോ ഡെഫിനറ്റ്ലി എ ആയിരിക്കും എന്തെന്ന് പറയുന്നത്
കൂടുതൽ യങ്സ് മോഡുലസ് ഉള്ളത്. ഇനി വിച്ച് ഓഫ് ദ മെറ്റീരിയൽ ഇസ് മോർ ഡക്ടൈൽ? ഓക്കെ, എങ്ങനെയാണ് മോർ ഡക്ടൈൽ ആണെന്നുള്ളത് പറയാൻ പറ്റുക? യെസ്, ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈൽഡ് പോയിന്റും, ഓക്കെ സോറി ഈൽഡ് പോയിന്റ് അല്ലല്ലോടാ, നമ്മുടെ എന്താ പറയാ UTS അല്ലെ, അൾട്ടിമേറ്റ് സ്ട്രെസ് വാല്യൂ, ടെൻസൈൽ സ്ട്രെസ് വാല്യൂവും അതേപോലെ തന്നെ നമ്മുടെ ഫ്രാക്ചർ പോയിന്റും, ഓക്കെ ഫ്രാക്ചർ പോയിന്റും, ഈ 2 പോയിന്റിനെ ബന്ധിപ്പിച്ചിട്ടാണ് എന്ത് എടുക്കുന്നത്, നമ്മുടെ ഡക്ടൈൽ ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. സോ ഈ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം അതിന് കിട്ടാവുന്ന മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ സ്വന്തം ആരാടാ, യെസ് നമ്മുടെ UTS എന്ന് പറയുന്നത്. സോ ആ മാക്സിമം സ്ട്രെസ്സും അതേപോലെ ഫ്രാക്ചർ പോയിന്റും, ഓക്കെ ഫ്രാക്ചർ പോയിന്റും അകലെയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ അല്ലെ, അകലെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കടാ, ഗ്രേറ്റർ ദി യങ്സ് മോഡുലസ് ഗ്രേറ്റർ ദ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ സ്ട്രെയിൻ ഇറ്റ് ഹെൻസ് ദ മെറ്റീരിയൽ ഈസ്, ഓക്കെ സോ ഇവരെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ ഡിസ്റ്റൻസ് നോക്കിക്കാൻ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രാക്ചർ പോയിന്റ് വരുന്നത് ഇവിടെയാണ്, സോറി സ്ട്രെസ് വാല്യൂ വരുന്നത് ഇവിടെയാണ്, ആൻഡ് ഇവിടെയാണെങ്കിലോ യെസ് ഇവിടെ വരുന്നത് ഇതാണ് ഇതിന്റെ മാക്സിമം സ്ട്രെസ് വാല്യൂ, ആൻഡ് ഇവിടെയാണ് ഫ്രാക്ചർ പോയിന്റ് വരുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബി മെറ്റീരിയൽ ആണ് എന്തെന്ന് പറയുന്നത് കൂടുതൽ ഡക്ടൈൽ, കാരണം ഇവരെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, കാരണം എന്തുവാണ് ഈ ഡക്ടൈൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് അടിച്ചു പറത്താൻ പറ്റണം. അപ്പൊ ഈ അടിക്കുമ്പോഴത്തേനും ഇതിങ്ങനെ പൊട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡക്ടൈൽ അല്ല. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം സ്ട്രെസ് വാല്യൂ എത്തി, മാക്സിമം നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, പെട്ടെന്ന് അത് പൊട്ടിപ്പോവും, ഓക്കെ അല്ലെ, പെട്ടെന്ന് അത് പൊട്ടിപ്പോവും. പക്ഷെ ഇവിടെ ആണെങ്കിലോ ഇവിടെ നമ്മുടെ മാക്സിമം സ്ട്രെസ് വാല്യൂ ഇവിടെ ഉണ്ട്, എന്നിട്ടും നമ്മൾ അതിനെ അടിച്ചു പറത്തി ഇരുന്നിട്ടുണ്ടെങ്കിലും അത് പെട്ടെന്നൊന്നും പൊട്ടില്ല, ഈ ഒരു വാല്യൂ വരെ നിൽക്കും. സോ ഏതാണ് കൂടുതൽ ഡക്ടൈൽ എന്ന് പറയുന്നത്, ഓപ്ഷൻ ബി അല്ലെങ്കിൽ മെറ്റീരിയൽ ബി ആണ് കൂടുതൽ ഡക്ടൈൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി 2 wires of diameter 0.25 centimeter, one made of steel and the other made of brass are loaded as shown in the figure. The uploaded length of the steel wire is 1.5 meter and that of brass wire is 1 meter. Compute the elongation of the steel and brass wire എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ സ്റ്റീൽ വയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സസ്, ഓക്കെ അല്ല. അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട്, 6 kg ഉണ്ട്, 4 kg ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വെയിറ്റ് വരുന്നത് എത്രയാണ്, യെസ് 10 kg ആണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്, ഇൻറ്റു 9.8 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ F1 എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താണ്, യെസ് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിന്റെ വാല്യൂ F1 by A1 ആണ്. ഇനി സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായ ഇലോങ്ങേഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സോ അതാണ് ഇവിടെ കിടക്കുന്നത്, ദാറ്റ് ഇസ് FL ഡിവൈഡഡ് ബൈ F1 into L divided by എന്താണ് A1 into delta L കേട്ടോ. ഓക്കെ അല്ല, അതിൽ A1 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, യെസ് നമുക്ക് ഇവിടെ എന്താ പറയുക പൈ ആർ സ്ക്വയർ, ഇവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഓക്കെ അതിൽ നിന്ന് നമുക്ക് R കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏരിയ കണ്ടുപിടിക്കാം, പൈ ആർ സ്ക്വയർ വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാം. ഇനി അടുത്തത് യങ്സ് മോഡുലസിന്റെ വാല്യൂ, യങ്സ് മോഡുലസിന്റെ സ്റ്റീലിന്റെ വാല്യൂ ഓഫ് കോഴ്സ് നമുക്ക് തരേണ്ടതാണ്. ഇനി പറ്റുമെങ്കിൽ നിങ്ങൾ കുറച്ച് ഇതിന്റെ യങ്സ് മോഡുലസിന്റെ വാല്യൂസ് പഠിച്ചു വെക്കുക കേട്ടോ. സോ യങ്സ് മോഡുലസിന്റെ ഇവിടെ വാല്യൂ കിടപ്പുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഡെൽറ്റ എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, F1L divided by A1 into Y ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് ഡെൽറ്റ L1 കിട്ടി. ഇനി അടുത്തത് ടോട്ടൽ ഫോഴ്സ് ഓൺ ദി ബ്രാസ് വയർ F2 is equal to 6 into 9.8. സോ എന്താണ്, കാരണം എന്താണ് ബ്രാസ് വയറിൽ വരുന്നത് ഈ ഒരൊറ്റ 6ന്റെ മാത്രം വെയിറ്റേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ അല്ലേ. കാരണം സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 വെയിറ്റും ഉണ്ട്, ബ്രാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ 6 kg മാത്രമേ ഉള്ളൂ. സോ ഇവിടുത്തെ വരുന്നത് 58.8 ആണ്. സോ ഇതിന്റെയും യങ്സ് മോഡുലസ് നമുക്ക് എന്ത് ചെയ്യാം, സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ യെസ്, കൃത്യമായിട്ട് മനസ്സിലായില്ല ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത്, യെസ്. അപ്പം ഇവിടെ യങ്സ് മോഡുലസിന്റെ വാല്യൂ നമുക്ക് ബ്രാസിന്റെ അറിയണം, ആൻഡ് ദെൻ എന്ത് ചെയ്യാണ് ഡെൽറ്റ L2 നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. എക്സാക്ട്ലി ദ സെയിം ഇത് വെച്ചിട്ട്. ഇനി നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ഹുക്സ് ലോ. എന്താണ്, വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്, ഓക്കെ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ക്ലിയർ. സോ ഇതാണ് നമ്മുടെ ഹുക്സ് ലോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീക്ക് ക്വിസ്, നമ്മുടെ ലിങ്ക് വീക്ക് ക്വിസിന്റെ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇതിന്റെ വീക്ക് ക്വിസിന്റെ ലിങ്കുകളെല്ലാം നിങ്ങൾ എന്താ പറയുക എക്സാമിന് പറ്റുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കയറിയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എവറി ഡേ എല്ലാ ലെക്ചേഴ്സിന്റെയും വീക്ക് ക്വിസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ മാക്സിമം അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് പറയുന്നതാണ് നമ്മുടെ എന്താ പറയുക ടെലഗ്രാം. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് വേണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് വീക്ക്ലി ക്വിസസ് വേണം, ഡെയിലി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, അതേപോലെ തന്നെ അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടെലഗ്രാമും കൂടെ നിങ്ങൾ എന്താ പറയാ നമ്മുടെ വേദാന്തു മലയാളം എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേഷൻസും കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് ഞങ്ങൾ ഇനി മുതൽ വീക്കിലി നിങ്ങളുടെ അടുത്ത് ലൈവിൽ വരുന്നതായിരിക്കും. ഓക്കെ അല്ലടാ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.